എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് വരാവുന്ന എല്ലാവിധ ചോദ്യങ്ങളിലൂടെയും നമ്മൾ ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ പാഠത്തിലെയും എല്ലാ പാഠഭാഗങ്ങളിലെയും ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും മനസ്സിലാക്കിയിരിക്കണം, പഠിച്ചിരിക്കണം. എക്സാമിന് വരുന്ന ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കൂ. Some events from the story are given below in jumbled way. You may arrange them properly and write them down in the space provided. ഇവിടെ നമുക്ക് താഴെ നമ്മുടെ ജസ്റ്ററിൻ്റെ പാഠം പഠിച്ചിട്ടുണ്ട്. ആ പാഠത്തിലെ കഥയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് സംഭവങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ സംഭവങ്ങളെല്ലാം തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഓർഡർ മാറിയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അതിനെ കറക്റ്റ് ഓർഡറിലാക്കി എഴുതണം. ആദ്യം നമുക്ക് ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലേ? സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ. മിസ് റക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രറ്റ്. മിസ് റക്കൂൺ പറഞ്ഞു അവളൊരു വണ്ടർഫുൾ സീക്രറ്റ് ഷെയർ ചെയ്യാമെന്ന്, പങ്കുവെക്കാമെന്ന്. ബി ജസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹർ പാം. ജസ്റ്റർ അവൻ്റെ അമ്മയുടെ കൈ വാങ്ങിക്കൊണ്ട് അതിൽ ഉമ്മ വെച്ചു. സി ജസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹീ ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ജസ്റ്റർ അവൻ്റെ അമ്മയോട് പറഞ്ഞു എനിക്ക് സ്കൂളിലൊന്നും പോകണ്ടെന്ന്. ജസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. ജസ്റ്റർ സ്കൂളിൽ പോകുന്ന വഴിയിലെല്ലാം ഡാൻസ് കളിച്ചുകൊണ്ട് നൃത്തം ചെയ്തുകൊണ്ട് പോയി. ഇത് അവൻ്റെ അമ്മ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു, നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മിസ്റ്റർ റക്കൂൺ കിസ്ഡ് ജസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. മിസ് റക്കൂൺ എന്ത് ചെയ്തു? ജസ്റ്ററിൻ്റെ കൈപ്പടത്തിൻ്റെ നടുവിലായിട്ട് ഏകദേശം മധ്യസ്ഥാനത്ത് ഉമ്മ വെച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സന്ദർഭമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന് നമ്മൾ എന്താക്കണം? കറക്റ്റ് ഓർഡറിൽ എഴുതണം. ഇതിന് നമ്മൾ കറക്റ്റ് ഓർഡറിൽ എഴുതണമെങ്കിൽ ആദ്യം നമുക്ക് കഥ എന്താണെന്ന് അറിയണമല്ലേ? അതിനായിട്ട് നിങ്ങൾ പാഠഭാഗം നന്നായിട്ട് വായിക്കുക. നമ്മൾ ഇതിൽ ആക്ടിവിറ്റീസ് അടങ്ങുന്ന വീഡിയോ ഒക്കെ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണണം. കാരണം ഓരോ പാഠത്തിലെയും ആക്ടിവിറ്റീസാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ആക്ടിവിറ്റീസ് ആയിരിക്കും കൂടുതൽ നമ്മുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇനി നമുക്ക് എന്താക്കാം? ഇതിനെ കറക്റ്റ് ഓർഡറിൽ എഴുതാം. കറക്റ്റ് ഓർഡറിലാക്കുന്ന സമയത്ത് ആദ്യം വരുന്നത് എന്താണ്? ജസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ജസ്റ്റർ അവൻ്റെ അമ്മയോട് പറഞ്ഞു എനിക്ക് സ്കൂളിൽ പോകണ്ടെന്ന്. രണ്ടാമതായി വരുന്നത് മിസ് റക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രറ്റ്. മിസ്റ്റർ റക്കൂൺ പറഞ്ഞു ഞാൻ നിനക്കൊരു രഹസ്യം പറഞ്ഞു തരാമെന്ന്. അടുത്തതായി വരുന്നത് മിസ് റക്കൂൺ കിസ്ഡ് ജസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. റക്കൂൺ എന്ത് ചെയ്തു? ജസ്റ്ററിൻ്റെ കൈവെള്ളയിൽ ഉമ്മ വെച്ചു. നമുക്ക് ഫോർത്ത് വൺ നോക്കാം. ജസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹർ പാം. ജസ്റ്റർ അവൻ്റെ അമ്മയുടെ കൈ വാങ്ങിക്കൊണ്ട് ആ കൈയിലും ഉമ്മ വെച്ചു. ഇനി അവസാനമായി വരുന്നത് ജസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. ജസ്റ്റർ സ്കൂളിൽ പോകുന്ന വഴിയൊക്കെ നൃത്തം ചെയ്തുകൊണ്ട് നടന്നുപോയി. ഇതെല്ലാം അവൻ്റെ അമ്മ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് ഈ പാഠത്തിൽ നിന്നുള്ളത് തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് അടുത്ത പാഠത്തിൽ നിന്നുള്ളതും ആവാം. ലിറ്റിൽ ട്രെയിൻ്റെ പാഠത്തിലും ഇതുപോലെയുള്ള ജംബിൾഡ് ഓർഡറിലൊക്കെ തന്നിട്ട് അറേഞ്ച് ചെയ്യാനൊക്കെ പറയാം ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? പാഠം നന്നായിട്ട് കഥ എന്താണെന്ന് അറിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുമോ, അതിനെ കറക്റ്റ് ഓർഡറിൽ എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കഥയെല്ലാം നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം. ജസ്റ്റർ റക്കൂൺ ഡസൻറ്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ജസ്റ്ററിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലായിരുന്നു, അല്ലേ? പോകണ്ടായിരുന്നു. ഹിസ് മദർ കമ്പൽസ് ഹിം. പക്ഷെ അമ്മ അവനെ നിർബന്ധിക്കുന്നുണ്ട്. ഹിയർ ഈസ് എ പാർട്ട് ഓഫ് ദി കോൺവേഴ്സേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദം. ഓക്കെ, ഇവിടെ നമുക്ക് ജസ്റ്ററും അവൻ്റെ അമ്മയും തമ്മിൽ അവരുടെ ഇടയിൽ നടക്കുന്ന ഒരു ചെറിയ കോൺവേഴ്സേഷൻ്റെ സംഭാഷണത്തിൻ്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദ കോൺവേഴ്സേഷൻ. ആ ഒരു കോൺവേഴ്സേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? കോൺവേഴ്സേഷന് എല്ലാ ചോദ്യ പേപ്പറിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കോൺവേഴ്സേഷൻ എന്ന് പറയുന്നത്. കോൺവേഴ്സേഷൻ എഴുതുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ആദ്യം ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ് എന്ന് മനസ്സിലാക്കുക, അല്ലേ? ഇവിടെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ജസ്റ്ററും അവൻ്റെ അമ്മയുമാണ് ക്യാരക്ടേഴ്സ്, ജസ്റ്ററും മദറും. പിന്നീട് നമ്മൾ കോൺവേഴ്സേഷൻ എഴുതുന്ന സമയത്ത് ആദ്യം നമ്മളിപ്പോൾ ജസ്റ്ററാണ് ഒരു കാര്യം പറയുന്നതെങ്കിൽ ജസ്റ്റർ എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ 2 കുത്തിടണം. നിങ്ങൾ കാണുന്നില്ലേ? അങ്ങനെ ഇട്ടതിന് ശേഷം മാത്രമാണ് ജസ്റ്ററിൻ്റെ ഡയലോഗ് എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ? ഇവിടെ അവർ നടത്തിയ സംഭാഷണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ജസ്റ്റർ: മോം, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അമ്മേ, എനിക്ക് സ്കൂളിൽ പോകണ്ട. അപ്പോൾ അമ്മ പറയാണ് വാട്ട് ഹാപ്പൻ ടു യു? നിനക്ക് എന്ത് പറ്റി? ഇതിൽ ജസ്റ്റർ എന്തായിരിക്കും തിരിച്ച് പറഞ്ഞിട്ടുണ്ടാവുക?
നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഒന്നും കൂടി പറയുകയാണ്, കോൺവേഴ്സേഷൻ തയ്യാറാക്കുമ്പോൾ ആരാണ് ക്യാരക്ടേഴ്സ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു ക്യാരക്ടറിൻ്റെ പേര് എഴുതി ശേഷം 2 കുത്തുകൾ ഇട്ടതിന് ശേഷം മാത്രം ആ ഒരു ഡയലോഗ് എഴുതുക കേട്ടോ. ആ ഒരു ക്യാരക്ടർ പറയുന്ന ഡയലോഗ് എഴുതുക. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും ആ സന്ദർഭത്തിന് അനുയോജ്യമായതായിരിക്കണം. ഇപ്പം നമ്മുടെ സിറ്റുവേഷൻ എന്താണ്? ജസ്റ്ററിന് സ്കൂളിൽ പോകണ്ട, പക്ഷെ അവൻ്റെ അമ്മ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ നടക്കുന്ന കോൺവേഴ്സേഷനാണ് നമ്മുടെ സിറ്റുവേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാക്കുകളായിരിക്കണം നമ്മൾ കോൺവേഴ്സേഷനിൽ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കാം. നമുക്കിവിടെ നൽകിയിരിക്കുന്ന കോൺവേഴ്സേഷൻ നോക്കാം. അപ്പോൾ അമ്മ അവനോട് ചോദിച്ചു, വാട്ട് ഹാപ്പൻ ടു യു? നിനക്ക് എന്ത് പറ്റി? അപ്പോൾ ജസ്റ്റർ പറയാണ്, ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് വീട്ടിൽ നിങ്ങളോടൊപ്പം, അമ്മയോടൊപ്പം ഇങ്ങനെ നിന്നാൽ മതി. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ടോയ്സ്. എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊപ്പവും അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങളോടൊപ്പം കളിക്കണം. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. എനിക്ക് എൻ്റെ ബുക്കുകൾ വായിക്കണം. ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. എനിക്ക് ഊഞ്ഞാലാടണം. ഇങ്ങനെ ജസ്റ്റർ പറയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, അറ്റ് സ്കൂൾ യു വിൽ ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് പുതിയ കൂട്ടുകാരും പുതിയ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടും. അങ്ങനെ അമ്മ പറയാണ്, യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. നിനക്ക് പുതിയ ബുക്കുകൾ കിട്ടും, അതുപോലെ തന്നെ പുതിയ ഊഞ്ഞാലകളും കിട്ടും എന്നൊക്കെ പറയാണ്. ജസ്റ്റർ പറഞ്ഞു, ബട്ട് ഐ വാണ്ട് ടു സ്റ്റേ ഹോം. എനിക്ക് എന്നാലും വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. ഓക്കെ, അമ്മ എന്ത് അടവിറക്കിയിട്ടും കാര്യമില്ല, ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുള്ളൂ എന്നുള്ള വാശിയിലാണ് നമ്മുടെ ജസ്റ്റർ. അപ്പോൾ മദർ എന്ത് പറഞ്ഞു, ഐ നോ എ വണ്ടർഫുൾ സീക്രറ്റ് ദാറ്റ് വിൽ മേക്ക് യു ഫീൽ അറ്റ് ഹോം വെൻ യു ആർ ഇൻ എ സ്കൂൾ. എൻ്റെ കയ്യിൽ ഒരു വണ്ടർഫുൾ സീക്രറ്റ് ഉണ്ട്, ഒരു അടിപൊളി രഹസ്യമുണ്ട്. ഓക്കെ, ആ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് സ്കൂളിലാണെങ്കിലും വീട്ടിലുള്ള പോലെയായിരിക്കും എന്നൊക്കെ അമ്മ പറയാണ്. ഇത് കേട്ട ജസ്റ്റർ ചോദിക്കുകയാണ്, സീക്രറ്റ്? ഒരു രഹസ്യമോ? വാട്ട് കൈൻഡ് ഓഫ് സീക്രറ്റ്? എങ്ങനെയുള്ള രഹസ്യമാണ്? മദർ, അമ്മ പറഞ്ഞു, ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ. ഞാൻ എൻ്റെ അമ്മയിൽ നിന്നാണ് അത് പഠിച്ചത്. ഇറ്റ് ഈസ് കോൾഡ് ദി കിസ്സിങ് ഹാൻഡ്. ആ സീക്രറ്റിനെ പറയുന്ന പേരെന്താണ്? കിസ്സിങ് ഹാൻഡ്. ജസ്റ്റർ ചോദിക്കുകയാണ്, വാട്ട്സ് ദാറ്റ്? അതെന്താണ്? അമ്മ പറഞ്ഞു, ഐ വിൽ ഷോ യു, ഗിവ് മി യുവർ ഹാൻഡ്. ഞാൻ നിനക്കത് കാണിച്ചു തരാം, നിൻ്റെ കൈ കൊണ്ടാ. അങ്ങനെ അമ്മ പറഞ്ഞു. അപ്പോൾ ഇതായിരിക്കും അവർ തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്ന കോൺവേഴ്സേഷൻ. അപ്പോൾ നമ്മൾ സിറ്റുവേഷൻ പറഞ്ഞു, കോൺവേഴ്സേഷൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അമ്മ അവനെ കുറേ നിർബന്ധിക്കുന്നുണ്ട്, പക്ഷേ അവന് തയ്യാറാവുന്നില്ല. അവൻ എങ്ങനെയാണെങ്കിലും എനിക്ക് വീട്ടിലിരുന്നാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. അവസാനം അമ്മ അവനോട് ആ സീക്രറ്റ് പറയുകയാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോൺവേഴ്സേഷനിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺവേഴ്സേഷനാണ്. ഇനി നമുക്ക് 3rd ക്വസ്റ്റ്യൻ നോക്കാം. ജസ്റ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ് ദ ഓഫീസ് ഓഫ് ദ സ്കൂൾ. ജസ്റ്ററും അവൻ്റെ അമ്മയും സ്കൂളിൻ്റെ ഓഫീസ് സന്ദർശിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ജസ്റ്റർ സ്കൂളിലൊക്കെ ചേർന്നു. അങ്ങനെ അവർ ഓഫീസിലേക്ക് പോവുകയാണ്. ജസ്റ്റർ ലുക്സ് അറൗണ്ട്. ജസ്റ്റർ ചുറ്റിലൊന്ന് നോക്കുകയാണ്. നമ്മളാണെങ്കിലും ഓഫീസിൽ പോകുമ്പോൾ നമ്മളൊന്ന് ചുറ്റും നോക്കില്ലേ, നമ്മളെ ഹെഡ് മാസ്റ്റർ ഓഫീസിലൊക്കെ പോകുമ്പോൾ നമ്മളൊന്ന് നോക്കില്ലേ, അതുപോലെ ജസ്റ്റർ നോക്കുകയാണ്. ഹിയർ ഈസ് വാട്ട് ഹീ സീസ്, ഡിസ്ക്രൈബ് ഇറ്റ്. ഓക്കെ, അവന് കണ്ടതെല്ലാം ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എക്സാമിൽ ചോദിക്കുന്നതാണ്. നമുക്കൊരു പിക്ചർ തന്നിട്ട്, നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പിക്ചർ ആവാം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള പിക്ചർ ആവാം. അങ്ങനെ ഒരു പിക്ചർ തന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ പറയും? അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും, അതിനെ വിവരിച്ചെഴുതാനായിട്ട് പറയാറുണ്ട്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള പിക്ചർ ഇതാണ്. നമുക്ക് ഈ ഫോട്ടോയിൽ എന്തെല്ലാം കാണാം? സ്കൂളിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ, ABC സ്കൂൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്ററും അവൻ്റെ അമ്മയുമുണ്ട്, കൂടാതെ ഹെഡ് മാസ്റ്ററും പിന്നെ ഓഫീസിലെ സ്റ്റാഫുകളെയും കാണാം. ഒരു ഫാനുണ്ട്, അതുപോലെ തന്നെ കാർപ്പറ്റ്, ഒരു വേസ്റ്റ് ബിന്ന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു പിക്ചറിൽ. ഇനി നമുക്കിതിനെ ഡിസ്ക്രൈബ് ചെയ്തൊന്ന് എഴുതി നോക്കാം. ദ ഹെഡ് മാസ്റ്റേഴ്സ് ഓഫീസ് വാസ് നോട്ട് എ പ്ലേസ് ദാറ്റ് ഐ വിസിറ്റഡ് ഓഫൺ. ഹെഡ് മാസ്റ്ററിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമൊന്നുമല്ല. ദ ഓഫീസ് റൂം വാസ് നീറ്റ് ആൻഡ് ടൈഡി. ഓഫീസ് റൂം എന്ന് പറയുന്നത് വളരെ ക്ലീൻ ആയിരുന്നു അല്ലേ, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഇറ്റ് വാസ് വെൽ അറേഞ്ച്ഡ്. ഓരോ കാര്യങ്ങളും അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ദ വർ ഹെഡ് മാസ്റ്റർ ആസ് വെൽ ആസ് ഓഫീസ് സ്റ്റാഫ്. അവിടെ ഹെഡ് മാസ്റ്ററും അതോടൊപ്പം തന്നെ ഓഫീസ് സ്റ്റാഫുകളും ഉണ്ടായിരുന്നു. ദർ വാസ് എ ക്ലോക്ക് ആൻഡ് എ ഫാൻ ഇൻ ദ ഓഫീസ് റൂം. ഓഫീസ് റൂമിൻ്റെ ഒരു ക്ലോക്കും ഫാനും ഉണ്ട്. ആഫ്റ്റർ ഓൾ ഇറ്റ് വാസ് എ വെൽ ഫർണിഷ്ഡ് റൂം. എല്ലാ ഫർണിച്ചേഴ്സുള്ള വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള റൂമാണിത്. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. എനിക്കിത് ഈ റൂം ഒരുപാട് ഇഷ്ടപ്പെട്ടു.
ഇതുകൂടാതെ നിങ്ങൾക്ക് 2-3 വരികൾ കൂടി കൂട്ടിച്ചേർക്കാമല്ലോ. ദർ ഈസ് എ ബ്യൂട്ടിഫുൾ കാർപ്പറ്റ് ഓൺ ദി ഫ്ലോറിൽ നല്ല അടിപൊളി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള കാർപ്പറ്റ് ഉണ്ട്. അതുപോലെ തന്നെ എ വേസ്റ്റ് ബിൻ ഈസ് നിയർ ദി ടേബിൾ ഓഫ് ഹെഡ് മാസ്റ്ററിൻ്റെ ടേബിളിൻ്റെ അടുത്തായിട്ട് എന്തുണ്ട്, ഒരു വേസ്റ്റ് ബിൻ ഉണ്ടെന്നും നിങ്ങൾക്ക് പറയാം. ഓൾസോ ജസ്റ്റർ ആൻഡ് ഹിസ് മദർ ഈസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹെഡ് മാസ്റ്റർ. ജസ്റ്ററും അവൻ്റെ അമ്മയും ഹെഡ് മാസ്റ്ററിൻ്റെ മുൻപിൽ നിൽക്കുന്നുണ്ട്. ഈ സെൻറ്റൻസും കൂടി നമുക്ക് കൂട്ടിച്ചേർത്തൂടെ? അങ്ങനെ നിങ്ങൾ ഈ പിക്ചറിൽ എന്തെല്ലാമാണോ കാണുന്നത് അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിവരിച്ചെഴുതാവുന്നതാണ്. അതാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഒരു പിക്ചർ തരും, ആ പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്ത് വിവരിച്ചെഴുതുന്നതിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഒരു 5 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ആണിത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് എഡിറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടല്ല, മറിച്ച് ബോൾഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ പാസേജിൽ കുറച്ച് വാക്കുകളൊക്കെ തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിനെന്ത് ചെയ്യണം, ശരിയാക്കി എഴുതണം. ആദ്യം നമുക്ക് വായിച്ചു നോക്കാം. ദ വാംത്ത് ഓഫ് ജസ്റ്റിസ് കിസ് ഫിൽഡ് ഹർ ഹാർട്ട് ഓൺ സ്പെഷ്യൽ വേർഡ്സ്. ചീറ്റർ ലവ് യു ഇറ്റ് സാങ്. ഓക്കെ, ഇതിൽ നമുക്ക് വായിക്കുമ്പം തന്നെ മനസ്സിലാവും ഇതിൽ ഒരുപാട് വേർഡ്സ് കറക്റ്റ് നമുക്ക് ആ ഒരു സെൻറ്റൻസ് ഫിനിഷ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് വേർഡ്സ് എന്ത് ചെയ്യണം, നമ്മൾ മാറ്റി എഴുതണം. മാറ്റി എഴുതേണ്ട സെൻറ്റൻസ് ഏതൊക്കെയാണ്? നമ്മൾ ആ ബോൾഡായിട്ട് കുറച്ച് കട്ടിയിൽ എഴുതിയ ഒരു വേർഡുകൾ കാണുന്നില്ലേ, വാക്കുകൾ കാണുന്നില്ലേ, അതിനാണ് നമ്മൾ മാറ്റി എഴുതേണ്ടത്. അപ്പോൾ 4 വാക്കുകൾ നമുക്ക് മാറ്റി എഴുതാനുണ്ട്. അപ്പോൾ നമുക്ക് 4 മാർക്ക് ഇതിന് ലഭിക്കും. നമുക്ക് നോക്കാം. ശരി ഉത്തരം താഴെ കൊടുത്തിട്ടുണ്ട്. ദ വാംത്ത് ഓഫ് ജസ്റ്റേഴ്സ്, അവിടെ ജസ്റ്റേഴ്സ് എന്നാക്കി മാറ്റണം. കിസ് ഫിൽഡ് ഹെർ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ് എന്നാണ്. ഓൺ സ്പെഷ്യൽ വേർഡ്സ് മാറി വിത്ത് സ്പെഷ്യൽ വേർഡ്സ് എന്നാക്കണം. ചീറ്റർ ലവ്സ് യു, ലവ് എന്നുള്ളത് ലവ്സ് എന്നാക്കി. ഇറ്റ് സാങ് ഉള്ളതിൽ ഐ നമ്മൾ സ്മോൾ ലെറ്റർ ആക്കി എഴുതി. ഓക്കെ ആണല്ലോ. കാരണം ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതേണ്ടത്. ഇത് ഇടയിലായി വന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്മോൾ ലെറ്ററിൽ എഴുതിയാൽ മതി. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ 5th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനാണ്. നോട്ടീസ്, കോൺവേഴ്സേഷൻ, ഡിസ്ക്രിപ്ഷൻ, എഡിറ്റിംഗ്, ഇതൊക്കെ എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പോസ്റ്ററും ചോദിക്കാറുണ്ട്. നമുക്ക് 5th ക്വസ്റ്റ്യൻ നോക്കാം. യുവർ സ്കൂൾ ഡിസൈഡഡ് ടു ഇൻവൈറ്റ് മിസ് റക്കൂൺ ടു അഡ്രസ് ദ ചിൽഡ്രൻ ഫോർ ദി സ്കൂൾ റീഓപ്പണിംഗ് സെറിമണി. പ്രിപ്പയർ എ നോട്ടീസ് ഇൻവൈറ്റിംഗ് പബ്ലിക് ടു ദ ഫംഗ്ഷൻ. യുവർ സ്കൂൾ ഡിസൈഡഡ് ടു ഇൻവൈറ്റ് മിസ് റക്കൂൺ. മിസ് റക്കൂണിനെ നിങ്ങളുടെ സ്കൂളിലേക്ക് ക്ഷണിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്തിനാണ് ക്ഷണിക്കുന്നത്? സ്കൂൾ റീഓപ്പണിംഗ് സെറിമണി നടക്കുമ്പോൾ അവിടെ കുട്ടികളെ അഡ്രസ്സ് ചെയ്ത് കുട്ടികളോട് സംസാരിക്കാനായിട്ടാണ് നമ്മൾ മിസ് റക്കൂണിനെ സ്കൂളിലേക്ക് ക്ഷണിക്കുന്നത്. അതിനായിട്ട് നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തയ്യാറാക്കാം. നോട്ടീസ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നിങ്ങൾ നോട്ടീസ് എന്ന് വലുതാക്കി എഴുതുക. അതായത് ഇവിടെ എഴുതിയതുപോലെ നോട്ടീസ് എന്ന് എഴുതാം. ശേഷം അതിൻ്റെ താഴെയായിട്ട് തൊട്ട് താഴെയായിട്ട് എന്താണ് നമ്മൾ ഏത് ഡേ ആണോ ആചരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ വുമൻസ് ഡേൻ്റെ ഭാഗമായിട്ടായിരിക്കും പരിപാടി നടത്തുന്നത്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഭാഗമായിട്ടായിരിക്കും നടത്തുന്നത്. അങ്ങനെ നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടാവില്ലേ, ആ ഒരു ഫംഗ്ഷനാണ് നമ്മൾ തൊട്ടടിയിലായിട്ട് എഴുതേണ്ടത്. ഇപ്പോൾ നമ്മൾ റീഓപ്പണിംഗ് ഡേ ആണ് ആചരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ നോട്ടീസിൻ്റെ തൊട്ട് താഴെയായിട്ട് റീഓപ്പണിംഗ് ഡേ എന്ന് എഴുതി. ശേഷം നമ്മൾ മിസ് റക്കൂണിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഡിയർ മിസ് റക്കൂൺ, പ്രിയപ്പെട്ട മിസ് റക്കൂൺ, വി ആർ ഡിലൈറ്റഡ് ടു ഇൻവൈറ്റ് യു ടു അവർ സ്കൂൾ റീഓപ്പണിംഗ് ഡേ. ഞങ്ങൾ ഒരുപാട് സന്തോഷവാന്മാരാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ സ്കൂൾ റീഓപ്പണിംഗ് ദിവസത്തിൽ. മാർക്കിംഗ് ദ ബിഗിനിങ് ഓഫ് ആൻ എക്സൈറ്റിംഗ് ന്യൂ അക്കാഡമിക് ഇയർ, ഒരു പുതിയ അക്കാഡമിക് ഇയർ ഞങ്ങൾ ആരംഭിക്കാൻ പോവാണ്. യുവർ പ്രസൻസ് വുഡ് ബി എ ഗ്രേറ്റ് ഹോണർ ടു അസ് ആസ് വി സെലിബ്രേറ്റ് ദ റിട്ടേൺ ടു അവർ വൈബ്രൻറ്റ് സ്കൂൾ കമ്മ്യൂണിറ്റി. നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു പ്രസൻസ് നിങ്ങളവിടെ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയൊരു കാര്യമായിരിക്കും എന്ന് പറയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് വേർഡ്സിൽ മാത്രം അവസാനിപ്പിക്കുക. ചിലപ്പോൾ ഈ കണ്ടൻറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ അതിൽ ചെറിയ ചെറിയ മാറ്റം വരുത്തിയാൽ മാത്രം മതി. ഓക്കെ, നോട്ടീസ് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ് മനസ്സിലായല്ലോ. നോട്ടീസ് എന്ന് ആദ്യം എഴുതിയ ശേഷം എന്താണോ നമ്മൾ ആചരിക്കുന്നത് അത് എഴുതുക. ഇവിടെ റീഓപ്പണിംഗ് ഡേ ആണ്. ശേഷം നമ്മൾ അഭിസംബോധന ചെയ്തിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയണം. ഇവിടെ ഡിയർ മിസ്റ്റർ റക്കൂൺ എന്നാണ്. ചിലപ്പോൾ നമുക്ക് അവിടെ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്,
അങ്ങനെയൊക്കെ ആയിരിക്കും എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ സന്ദർഭത്തിനനുസരിച്ച് വേണം എഴുതാനായിട്ട്. ശേഷം നമുക്ക് എന്താണോ പറയാനുള്ളത്, നമ്മളിവിടെ മിസ് റക്കൂണിനെ നമ്മുടെ സ്കൂൾ റീ ഓപ്പണിംഗ് ഡേയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. വി ആർ ഡിലൈറ്റഡ് ടു ഇൻവൈറ്റ് യു ടു അവർ സ്കൂൾ റീ ഓപ്പണിംഗ് ഡേ marking the beginning of an exciting new academic year. Your presence would be a great honor to us as we celebrate the return to our vibrant school community. ശേഷം നോട്ടീസിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡേറ്റ്, ടൈം, വെന്യൂ. ഡേറ്റ് എഴുതണം. എപ്പോഴാണ് ഈ പരിപാടി നടക്കുന്നത്, ആ ഡേറ്റ് എഴുതുക. 3rd June 2024 ഈ പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡേറ്റ് എഴുതുക. പിന്നെ സമയം 10 മണിയാണ് സമയം, 10 AM. അതുപോലെ തന്നെ വെന്യൂ തന്നെ എഴുതണം. വെന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നടക്കുന്ന സ്ഥലമാണ് ഗവൺമെൻറ് HSS അരീക്കോടിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. ശേഷം ഓൾ ആർ വെൽക്കം, എല്ലാവർക്കും സ്വാഗതം എന്ന് എഴുതാം. ഓക്കെ, ഓൾ ആർ വെൽക്കം. പിന്നീട് ഈ നോട്ടീസ് ആരാണോ തയ്യാറാക്കിയത് അവരുടെ ഡെസിഗ്നേഷനും എഴുതേണ്ടതായിട്ടുണ്ട്. അതായത് പേരല്ല എഴുതേണ്ടത്, മറിച്ച് ഇപ്പോൾ സെക്രട്ടറി ആയിരിക്കുമല്ലോ തയ്യാറാക്കിയത്, സെക്രട്ടറി എന്ന് എഴുതുക. അല്ലെങ്കിൽ സ്കൂളിൻ്റെ പ്രസിഡൻ്റാണ് തയ്യാറാക്കിയതെങ്കിൽ പ്രസിഡൻ്റ് എന്ന് എഴുതുക. ഓക്കെ, ഇവിടെ സെക്രട്ടറിയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇംഗ്ലീഷ് ക്ലബിന് സെക്രട്ടറിയാണ് ഈ ഒരു നോട്ടീസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സെക്രട്ടറി എന്ന് എഴുതുകയും ശേഷം ഇംഗ്ലീഷ് ക്ലബ് എന്ന് താഴെ കൊടുത്തിട്ടുമുണ്ട്. നോട്ടീസ് എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വേണം? നോട്ടീസ് എന്ന് ആദ്യം ചെറിയൊരു ഹെഡിങ് കൊടുക്കുക. ശേഷം നമ്മൾ ഏത് ഡേ ആണോ ആചരിക്കുന്നത് അത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കൊടുക്കുക. ശേഷം അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ ആരെയാണോ ഇൻവൈറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമുക്ക് ടീച്ചേഴ്സിനെയൊക്കെ ആയിരിക്കും ഇൻവൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, പാരൻസ് അങ്ങനെ പറഞ്ഞെഴുതാം. ഇവിടെ നമ്മൾ മിസ് റക്കൂണിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിയർ മിസ് റക്കൂൺ എന്ന് എഴുതുക. ശേഷം നമുക്ക് എന്താണോ നോട്ടീസിലൂടെ പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ കാര്യം നമ്മൾ കണ്ടൻ്റായിട്ട് എഴുതുക. ശേഷം തീർച്ചയായും നിങ്ങൾ എഴുതേണ്ടതാണ് ഡേറ്റ്, ടൈം, വെന്യൂ. അതിന് തൊട്ട് താഴെയായിട്ട് എല്ലാവരും സ്വാഗതം ചെയ്യുക, ഓൾ ആർ വെൽക്കം. പിന്നെ ആരാണോ ഈ നോട്ടീസ് തയ്യാറാക്കിയത് അവരുടെ പേര്, ഡെസിഗ്നേഷന്. ഓക്കെ, വേണം നിങ്ങൾക്ക് സിഗ്നേച്ചർ എഴുതാവുന്നതാണ്. ഇനി നമ്മൾ നമ്മുടെ 6th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Jester was sitting in the classroom. He felt lonely. He kept his palm on his cheek and suddenly some deep thoughts came to him. What were his thoughts? ജസ്റ്റർ അങ്ങനെ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്. അവന് സ്കൂളിലൊക്കെ പോയി അങ്ങനെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് അവന് വല്ലാതെ ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്തു. ആ ഒരു സമയത്ത് അവൻ എന്ത് ചെയ്തു? അവൻ്റെ കൈവെള്ള എടുത്ത് അത് അവൻ്റെ കവിളിൽ വെച്ച്. ആ ഒരു ടൈമിൽ അവൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വന്നു. അത് എന്തായിരിക്കും? അവൻ്റെ ചിന്തകൾ എന്തായിരിക്കും? നമ്മളോട് തോട്ട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് തോട്ട്സ്, ചിന്തകൾ എഴുതുക എന്നുള്ളത്. ചിന്തകൾ എഴുതാൻ പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ? ആ ഒരു ക്യാരക്ടർ നിങ്ങളായി മാറണം. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുക, അപ്പോൾ ഞാനാണ് ആ സ്ഥാനത്ത്, ജസ്റ്ററിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എന്തെല്ലാം ചിന്തിക്കും? ഞാനാണ് ആ ക്ലാസ് റൂമിൽ ഒറ്റയ്ക്കായി ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മ വെച്ച ആ ഒരു കൈ ഞാൻ എൻ്റെ കവിളിൽ വെക്കുന്ന സമയത്ത് എനിക്ക് എന്തെല്ലാം ചിന്തകൾ വന്നിട്ടുണ്ടാവും എൻ്റെ മനസ്സിൽ. അതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വന്നിട്ടുണ്ട് അത് എഴുതുക കേട്ടോ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ. ഓ, മൈ മമ്മി ലവ്സ് മീ. ഓ, എൻ്റെ ഉമ്മയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഹെർ കിസ് ഓൺ മൈ പാം മെയ്ഡ് മീ ഫീൽ ഹെർ ലവ്. എൻ്റെ കൈവെള്ളയിലുള്ള എൻ്റെ അമ്മയുടെ ഉമ്മ എനിക്ക് എന്താ പറയുക, അമ്മയുടെ ആ സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐ വിൽ നെവർ ലൂസ് ഇറ്റ്. ഞാൻ അതൊരിക്കലും എന്ത് ചെയ്യില്ല, ഒഴിവാക്കില്ല, ലൂസ് ചെയ്യില്ല. ഐ ലവ് ദ ഫാമിലി സീക്രറ്റ്. എനിക്ക് ഫാമിലി സീക്രറ്റ് ഇഷ്ടപ്പെട്ടു. ദ കിസ്സിങ് ഹാൻഡ് ഗിവൺ ബൈ മോമി. അമ്മ തന്ന ആ കിസ്സിങ് ഹാൻഡ്. ഷീ വിൽ ബി തിങ്കിങ് ഓഫ് മീ നൗ. അമ്മ എന്നെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. ഷീ ഹാസ് എ കിസ്സിങ് ഹാൻഡ് ടു. അവർക്കും എന്തുണ്ട്, ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ആയിരിക്കും ജസ്റ്റർ ചിന്തിച്ചിട്ടുണ്ടാവുക. ഇക്കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ദ വാംത്ത് ഓഫ് ജസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹെർ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. ജസ്റ്റർ ലവ്സ് യു. മിസ്റ്റർ റക്കൂൺ റൈറ്റ്സ് ഡൗൺ ഹെർ എക്സ്പീരിയൻസ് ഓൺ ദാറ്റ് ഡേ ഇൻ ഹെർ ഡയറി. വാട്ട് വാസ് ഇറ്റ്? ജസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവൻ്റെ അമ്മയുടെ കൈകളിൽ വാങ്ങി അതിൽ അവനും ഒരു ഉമ്മ നൽകിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ മിസ്റ്റർ റക്കൂണിന് ഒരുപാട് സന്തോഷമായി. ജസ്റ്റർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ. അതൊക്കെ അവൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അന്നത്തെ ദിവസം അവൻ്റെ അമ്മ എന്ത് ചെയ്യുകയാണ്? ഒരു ഡയറി എഴുതുകയാണ്, ഡയറി എൻട്രി. ഓക്കെ, ഡയറി എൻട്രി ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറി എൻട്രി തോട്ട്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളത് അല്ലേ. നമുക്ക് ഏത് ചോദ്യമാണ് വരാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഇതെല്ലാം പഠിച്ചു വെക്കണം. ഓക്കെ, ഇതൊക്കെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ. ഡയറി, തോട്ട്സ്, പോസ്റ്റർ, നോട്ടീസ്,
അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ എഡിറ്റിങ്, ജംബിൾഡ് വേർഡ്, പിന്നെ ഓർഡറിലാക്കുക, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺവേഴ്സേഷൻ. ഇനി നമ്മൾ പറയുന്നത് ഡയറി എൻട്രി ആണ്. അപ്പോൾ അന്നത്തെ ദിവസം മിസ്റ്റർ റക്കൂൺ എഴുതിയിട്ടുണ്ടാവുന്ന ആ ഡയറി എൻട്രി എന്തായിരിക്കും? ഡയറി എൻട്രി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഡേറ്റ് എഴുതിയിരിക്കണം, ഡേ എഴുതിയിരിക്കണം, അതുപോലെ തന്നെ ടൈം എഴുതിയിരിക്കണം. ടൈം ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഡേറ്റും ഡേയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ June 20 തേഴ്സ്ഡേയിലാണ് എഴുതിയിട്ടുള്ളത്. ടൈം കൊടുത്തിട്ടുണ്ട് 9:30 PM. ടൈം എഴുതുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ ടൈം എഴുതിക്കോളൂ. ഓക്കെ, June 20 തേഴ്സ്ഡേ 9:30 PM. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഡയറിയിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളത് നോക്കാം. നമ്മൾ ഇന്നത്തെ ദിവസത്തെക്കുറിച്ചാണ് എഴുതുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡയറി തുടങ്ങാം. ടുഡേ വാസ് ആൻ അൺഫോർഗെറ്റബിൾ ഡേ. ഇന്ന് മറക്കാനാവാത്തൊരു ദിവസമാണ്, അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു തുടങ്ങാം. അല്ലെങ്കിൽ ടുഡേ ഐ ഫീൽ സോ ഹാപ്പി. ഇവിടെ കൊടുത്തത് എന്താണ്? ടുഡേ ഐ ഫീൽ സോ ഹാപ്പി ദാറ്റ് മൈ സൺ ജസ്റ്റ് വെന്റ് ടു സ്കൂൾ ഹാപ്പിലി. ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയാണ്, കാരണം എന്താണ്? എൻ്റെ മകൻ ജസ്റ്റർ സ്കൂളിൽ വളരെ സന്തോഷത്തോടു കൂടി പോയി. ഹി വാസ് ക്രൈയിങ് ബിക്കോസ് ഹി വാണ്ടഡ് ടു സ്റ്റേ ഹോം വിത്ത് മീ. അവന് കരയുകയായിരുന്നു, കാരണം അവന് എന്നോടൊപ്പം ഈ വീട്ടിൽ നിൽക്കുവാനായിരുന്നു ഇഷ്ടം. ഹി വാണ്ടഡ് ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ടോയ്സ്. അവൻ്റെ കൂട്ടുകാരോടൊപ്പം കളിപ്പാട്ടങ്ങളോടൊപ്പം കളിക്കണമായിരുന്നു. ഹി ഓൾസോ വാണ്ടഡ് ടു റീഡ് ഹിസ് ബുക്സ്. അവൻ്റെ ബുക്കുകൾ വായിക്കണമായിരുന്നു. ഐ ഫെൽ വെരി സാഡ്. എനിക്ക് ഒരുപാട് സങ്കടമായി. I decided to tell him the family secret, the kissing hand that my mother told me. ഞാൻ അവൻ്റെ അടുത്ത് നമ്മുടെ കുടുംബ സീക്രറ്റായിട്ടുള്ള, കുടുംബ രഹസ്യമായിട്ടുള്ള ദ കിസ്സിങ് ഹാൻഡ് പറയാനായിട്ട് തീരുമാനിച്ചു. അത് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നതാണ്. സോ ഐ ഗേവ് എ വാം കിസ് ഓൺ ഹിസ് പാം ആൻഡ് ടോൾഡ് ഹിം മോമി ലവ്സ് യു. ഞാൻ അവൻ്റെ കൈകളെടുത്ത് അതിലൊരു നല്ല ഉമ്മ വെച്ചുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമാണ്. He gave the same kiss to me and then told me that he loves me. ഇതേപോലെ അവനെ എനിക്കൊരു ഉമ്മ തന്നുകൊണ്ട് അവനും പറഞ്ഞു എനിക്ക് അമ്മയെ ഇഷ്ടമാണ്. Then he went to school happily. ശേഷം അവന് സ്കൂളിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി പോയി. ഇങ്ങനെയാണ് നമ്മൾ ഡയറി എൻട്രി തയ്യാറാക്കേണ്ടത്. മറക്കരുത്, ഡേറ്റ് വേണം, ഡേ വേണം, ടൈം വേണം. കൂടാതെ തുടങ്ങുന്നത് എങ്ങനെയായിരിക്കണം, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ഡയറി തുടങ്ങുവാനായിട്ട്. ടുഡേ ഐ ഫീൽ സോ ഹാപ്പി എന്ന് പറഞ്ഞ് തുടങ്ങാം. ടുഡേ ഈസ് ആൻ അൺഫോർഗെറ്റബിൾ ഡേ എന്ന് പറഞ്ഞ് തുടങ്ങാം. അതൊക്കെ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സാഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ നമ്മൾ ഹാപ്പി ആണെന്ന് എഴുതിയിട്ട് കാര്യമുണ്ടോ? മാർക്കേ കിട്ടില്ല. നമ്മൾ എഴുതണം ഐ ഫീൽ വെരി സാഡ് ടുഡേ. ഓക്കെ, ടുഡേ വാസ് ആൻ വെരി ഹോപ്പ്ലെസ് ഡേ. ഒട്ടും പ്രതീക്ഷയില്ലാത്ത ദിവസമായിരുന്നു ഇന്ന്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക കേട്ടോ. ഇനി നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്? ഒരു ഗുഡ് ഫ്രണ്ടിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? നമ്മൾ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പോം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ഒരു ഗുഡ് ഫ്രണ്ടിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. കംപ്ലീറ്റ് ദ വേർഡ് വെബ് ഗിവൺ ബിലോ. താഴെ കൊടുത്ത വേർഡ് വെബ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എ ഗുഡ് ഫ്രണ്ട് എന്നാണ് നടുവിൽ എഴുതിയിട്ടുള്ളത്. ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഷെയറിങ് അല്ലേ? ഒരു ഗുഡ് ഫ്രണ്ടിന് വേണ്ട ക്വാളിറ്റിയാണ് ഷെയറിങ്. എന്തും പങ്കുവെക്കാനുള്ള ഒരു മനസ്സ് വേണം. കൂടാതെ എന്തെല്ലാം വേണം? കെയറിങ് ആയിരിക്കണം അല്ലേ? റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം, നല്ല ബഹുമാനം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്റ്റ് വേണം. അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഊക്കി ലാസ്റ്റ് ആ ബന്ധം തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടാനൊക്കെ ചാൻസ് ഉണ്ടാവും. പക്ഷേ നമ്മളൊരു ബഹുമാനത്തോടെ നിൽക്കുക. ഓക്കെ, എത്ര നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിച്ചാലും ആ ഒരു ബഹുമാനം വേണം. ഓക്കെ, എപ്പോഴും അങ്ങനെ ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കാതെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു മെച്യൂർഡായിട്ടും നമ്മൾ പെരുമാറണം. സപ്പോർട്ടീവ് ആയിരിക്കണം അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം. അല്ലാണ്ട് ഞാൻ മാത്രം ജയിച്ചാൽ മതി, അവന് ജയിക്കേണ്ട, അവനൊന്നും ലഭിക്കേണ്ട, ഞാൻ മാത്രം A+ വാങ്ങിയാൽ മതി, അങ്ങനെയൊക്കെ വിചാരിക്കാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവ് ആയിരിക്കണം. അവനും വിജയിക്കണം, ഞാനും വിജയിക്കണം, അവനും ഇത് ലഭിക്കണം, എനിക്കും ഇത് ലഭിക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ സിൻസിയർ ആയിരിക്കണം. ഓക്കെ, ഒരിക്കലും ഫേക്ക് ആവരുത്, സിൻസിയർ ആയിരിക്കണം. ലവ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടണം. ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനെ ഒന്ന് പോയി ഹെൽപ്പ് ചെയ്ത് എല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത്, അപ്പോൾ അവർക്കും പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഷെയറിങ്, കെയറിങ്, റെസ്പെക്റ്റ്ഫുൾ, സപ്പോർട്ടീവ്, സിൻസിയർ, ലവ്സ്, ഹെൽപ്പ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 9th ക്വസ്റ്റ്യൻ. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോം എ ഫ്രണ്ട് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓഫ് അപ്രിസിയേഷൻ ഫോക്കസിങ് ഓൺ ദി തീം, ഇമേജ് ആൻഡ് അതർ പോയറ്റിക് ഡിവൈസസ്.
ഇവിടെ നമുക്ക് എ ഫ്രണ്ട് എന്ന് പറയുന്ന കവിതയിൽ കുറച്ച് ഭാഗങ്ങൾ, കുറച്ച് ലൈൻസ്, വരികൾ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുക. ശേഷം ഒരു അപ്രിസിയേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ആസ്വാദനക്കുറിപ്പ്. അത് തയ്യാറാക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ആസ്വാദനക്കുറിപ്പിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം? കവിതയുടെ പേര് വേണം. ഓക്കെ, ഈ പോയം ആരാ രചിച്ചത്, പോയറ്റിൻ്റെ പേര് വേണം, പോയത്തിൻ്റെ പേര് വേണം. അതുപോലെ തന്നെ ഈ കവിതയുടെ ആശയം എന്താണ്, അല്ലേ? ഈ കവിതയിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഹെഡിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സുഹൃത്തിനെ കുറിച്ചാണ് പറയുന്നത്, സുഹൃത്ത് ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി വേണം അപ്രിസിയേഷൻ തയ്യാറാക്കാനായിട്ട്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ പോയം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എ ഫ്രണ്ട് ഈസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. ഹി കംസ് ബൈ ചാൻസ് ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. യുവർ പ്രൈസസ് ഹിസ് ക്യൂക്ക് ടു വോയിസ്. No grievous fault or passing whim can make an enemy of him, and though your need be great or small, his strength is yours throughout it all. ഓക്കെ, പാടൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതാണ് എന്നെനിക്കറിയാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? നമ്മളോട് പറഞ്ഞല്ലോ അപ്രിസിയേഷൻ തയ്യാറാക്കാൻ. അപ്പോൾ അപ്രിസിയേഷൻ നമുക്ക് തയ്യാറാക്കാം. ഈ ഒരു പോയം രചിച്ചിട്ടുള്ളത് എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് ആണ്. നമുക്ക് എങ്ങനെ അപ്രിസിയേഷൻ തുടങ്ങാം? ആദ്യം നിങ്ങൾ ഇതിൽ കൊടുത്തിട്ടില്ല, പക്ഷേ നിങ്ങൾ എഴുതണം. ഒരു ഹെഡിങ് നിർബന്ധമാണ് കേട്ടോ. ഒരു ഹെഡിങ് എഴുതുക. കാരണം ടീച്ചർ കാണുമ്പോൾ തന്നെ ഹെഡിങ് ഒക്കെ എഴുതിയിട്ടുണ്ട് കുട്ടി, അപ്പോൾ ഒരു നല്ല ഇമ്പ്രഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു നല്ലൊരു ഹെഡിങ് എഴുതുക. എ ഫ്രണ്ട് എന്ന് തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്, അതൊന്നും പ്രശ്നമല്ല. എ ഫ്രണ്ട് എന്ന് തന്നെ കൊടുത്തോളൂ. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എ ഫ്രണ്ട് ബൈ എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് ഇസ് എ ഹേർട്ട് ഫെൽറ്റ് പോയം ദാറ്റ് ക്യാപ്ചേഴ്സ് ദ എസെൻസ് ഓഫ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റിൻ്റെ എ ഫ്രണ്ട് എന്ന് പറയുന്ന പോയം വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു കവിതയാണ്. അതിൽ ട്രൂ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്, യഥാർത്ഥ സുഹൃത്ത് ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. എഡ്ഗർ ഗസ്റ്റ് ഓഫൺ റെഫേർഡ് ടു ആസ് ദി പീപ്പിൾസ് പോയറ്റ്. എഡ്ഗർ ഗസ്റ്റിനെ ജനങ്ങളുടെ കവി എന്നാണ് പറയാറുള്ളത്. വാസ് നോൺ ഫോർ ഹിസ് സിമ്പിൾ ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് ആക്സസിബിൾ പോയട്രി ദാറ്റ് റെസൊനേറ്റഡ് വിത്ത് എവറി ഡേ പീപ്പിൾ. ഇത്രയും നിങ്ങൾ എഴുതണമെന്നൊന്നുമില്ല, എന്നാലും എഴുതി വെക്കുക കേട്ടോ. എഡ്ഗർ ഗസ്റ്റ് എന്ന് പറയുന്നത് ഒരു പീപ്പിൾസ് പോയറ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ആ ഒരു ലൈനെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം. ശേഷം പറയുന്നത് അദ്ദേഹം വളരെ സിമ്പിളാണ് അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കവിതകളാണ് എന്നൊക്കെയാണ് പറയുന്നത്. എ ഫ്രണ്ട് എക്സംപ്ലിഫയസ് ദീസ് ക്വാളിറ്റീസ് സെലിബ്രേറ്റിംഗ് ദ വെർച്യൂസ് ഓഫ് ലോയാലിറ്റി, ട്രസ്റ്റ് ആൻഡ് സപ്പോർട്ട് ആൻഡ് ദാറ്റ് ഡിഫൈൻ എ ജെന്വിൻ ഫ്രണ്ട്. എ ഫ്രണ്ട്, ഒരു ഫ്രണ്ടിന് വേണ്ട ക്വാളിറ്റീസ്, ഒരു ജെന്വിൻ ഫ്രണ്ടിന് വേണ്ട ക്വാളിറ്റീസ്, വെർച്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്മകളാണ്. എന്തൊക്കെ വേണം? ലോയാലിറ്റി വേണം, വിശ്വസ്തത, ട്രസ്റ്റ്, വിശ്വാസം, സപ്പോർട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഫ്രണ്ട്സിന് വേണ്ട ക്വാളിറ്റീസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ശേഷം മോറോവർ ദ പോയം സെർവ്സ് ആസ് എ ജെന്റിൽ റിമൈൻഡർ ഓഫ് ദി ഇമ്പാക്ട് ദാറ്റ് ഗുഡ് ഫ്രണ്ട് ക്യാൻ ഹാവ് ഓൺ വൺസ് ലൈഫ്. It encourages readers to cherish and nurture their friendship, recognizing the profound role that friends play in providing comfort, joy and stability. ഇതിൽ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു നല്ല ഫ്രണ്ടിനോട് നിൽക്കേണ്ടത്. ഒരു നല്ല ഫ്രണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട്, ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു അപ്രിസിയേഷൻ പഠിച്ചു വെക്കുക. ഇത് വരുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അപ്രിസിയേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ കവിതയുടെ ആശയം തന്നെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, കവിതയിൽ എന്താണ് പറയുന്നത്, നമ്മുടെ ഈ പോയത്തിൽ എന്താണ് എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് എന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങൾ വൃത്തിയായി എഴുതിയാൽ മതി. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ വേർഡ്സിൽ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലൈൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളും കൂടിയുണ്ട്. വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് ദി പോയം എ ഫ്രണ്ട്? എ ഫ്രണ്ട് എന്ന് പറയുന്ന കവിതയുടെ സെൻട്രൽ തീം, പ്രധാന ആശയം എന്താണ്? പ്രധാന ആശയം? ദ വാല്യൂ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ഒരു യഥാർത്ഥ സുഹൃത്ത് ബന്ധത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ വാല്യൂ, അതിൻ്റെ മൂല്യവും. Second question, how does the poet describe the characteristics of a true friend in the poem? കവിതയിൽ ഒരു യഥാർത്ഥ സുഹൃത്തിൻ്റെ സവിശേഷതകൾ എങ്ങനെയാണ് കവി വിവരിക്കുന്നത്? ഇങ്ങനെയാണ്, the poet describes a true friend as someone who understands without being told. നമ്മൾ പറയാതെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. stays by your side, എപ്പോഴും നമ്മുടെ സൈഡിൽ നിൽക്കും. during tough times,
അതായത് നമുക്ക് കാഠിന്യമുള്ള നമ്മളെ ടഫ് ടൈംസിലൊക്കെ നമ്മുടെ ഹാർഡ് ടൈംസിലൊക്കെ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന, നമ്മൾ പറയാതെ തന്നെ നമ്മളെ മനസ്സിലാക്കുന്നതാണ് നമ്മളെ യഥാർത്ഥ സുഹൃത്ത്. ആൻഡ് ബ്രിങ്സ് ജോയ് ആൻഡ് കംഫർട്ട്. നമുക്ക് ഒരുപാട് സന്തോഷവും നമുക്ക് എന്താ പറയുക കംഫർട്ടായിട്ടുള്ള നമ്മുടെ ഒരു കംഫർട്ട് സോണായിരിക്കും നമ്മളെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയം സജസ്റ്റ് അബൌട്ട് ദി റോൾ ഓഫ് എ ഫ്രണ്ട് ഇൻ ടൈംസ് ഓഫ് ഡിഫിക്കൽട്ടി? ഒരു ഡിഫിക്കൽട്ടി ആയിട്ടുള്ള, ഒരു പ്രയാസകരമായിട്ടുള്ള, ഒരു ടഫായിട്ടുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് വരികയാണെങ്കിൽ നമ്മളെ ഫ്രണ്ടിൻ്റെ റോൾ എന്താണ് അവിടെ? ഓക്കെ, നമ്മളെ ഫ്രണ്ടിൻ്റെ റോൾ എന്താണ്? ദ പോയം സജസ്റ്റ് ദാറ്റ്, പോയത്തിൽ എന്താണ് പറയുന്നത്? ദാറ്റ് എ ട്രൂ ഫ്രണ്ട് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഡ്യൂറിങ് ഡിഫിക്കൽട്ട് ടൈംസ്. പ്രയാസഘട്ടത്തിലൊക്കെ ഒരു യഥാർത്ഥ ഫ്രണ്ടിന് ഒരുപാട് റോളുകളുണ്ട് അല്ലേ, ഒരു പ്രധാനപ്പെട്ട റോള് തന്നെയുണ്ട്. ദേ ഓഫർ സപ്പോർട്ട്, അവർ നമുക്ക് സപ്പോർട്ട് ഓഫർ ചെയ്യും, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എ സെൻസ് ഓഫ് സ്റ്റെബിലിറ്റി, നമുക്കൊരു സ്റ്റെബിലിറ്റിയാണ് അവരുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ധൈര്യമാണ്. ഹെൽപ്പിംഗ് ടു എലിവേറ്റ് ദ ബേർഡൻ ഓഫ് ഹാർഡ്ഷിപ്പ് ആൻഡ് പ്രൊവൈഡിങ് ഇമോഷണൽ സ്ട്രെങ്ത്, നമുക്ക് അവരൊരു ഇമോഷണൽ സ്ട്രെങ്ത് തരും അല്ലേ. നമ്മുടെയൊക്കെ ബേർഡന് കുറച്ചൊക്കെ നമ്മുടെ ആ ഒരു എന്താ പറയുക വെയിറ്റൊക്കെ കുറച്ച് കുറഞ്ഞ പോലെയൊക്കെ തോന്നും. നമ്മൾ ഫ്രണ്ടിനോട് നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ പറയുന്ന സമയത്ത് എടാ സാരില്ലടാ ഒക്കെ റെഡി ആവിടാ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ഫ്രണ്ട്സില്ല. അപ്പോൾ നമ്മളെ വിചാരിക്കും എന്നാൽ റെഡി ആവുമായിരിക്കും അല്ലേ, അങ്ങനെയൊക്കെ നമ്മളെ കുറച്ച് പ്രയാസമൊക്കെ അങ്ങോട്ട് കുറയും. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാവാറില്ലേ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും വലിയ വിഷയമൊക്കെ ആയിട്ട് പോകുമായിരിക്കും. ചിലപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് അടിച്ചിട്ടാ, അമ്മ അടിച്ചേടാ, അമ്മ എന്നെ വല്ലാണ്ട് ചീത്ത പറയുന്നത്, അപ്പോൾ അത് സാരില്ലടാ വിട്ടേക്കടാ അങ്ങനെയൊക്കെ പറയുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാൽ ഓക്കെ അങ്ങനെ വിടല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദീസ് ലൈൻസ്. അതായത് മുകളിലുള്ള ലൈനുകൾ റൈമിംഗ് വേർഡ്സ് കണ്ടെത്താനാണ്. റൈമിംഗ് വേർഡ്സ് നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അവസാനം വരുന്ന ഒരേ അക്ഷരത്തിൽ അവസാനിപ്പിക്കുന്ന ഷെയർ, കെയർ ഒന്ന് പറഞ്ഞു നോക്കൂ അല്ലേ, ഒരേപോലെയാണ്. ഷെയർ, കെയർ, ചോയ്സ്, വോയിസ്, വിം, ഹിം, സ്മോൾ, ഓൾ, ഇതൊക്കെ ഒരേപോലെയല്ല അവസാനിക്കുന്നത്. അങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഷെയർ, കെയർ, ചോയ്സ്, വോയിസ്, അതുപോലെ തന്നെ വിം, ഹിം, സ്മോൾ, ഓൾ, അതൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇവിടെ 4 എണ്ണേ കൊടുത്തിട്ടുള്ളൂ. പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് അലിട്രേഷൻ ഫ്രം ദീസ് ലൈൻസ്. അലിട്രേഷനുള്ള ലൈന് കണ്ടെത്താനാണ്. ഇത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നറിയില്ല. അലിട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരേ വേർഡിൽ തുടങ്ങുന്ന 2 വേർഡ്സ് ഒരു ലൈനിലുണ്ടാവാം. ഇപ്പോൾ ഈ ലൈന് നോക്കൂ, എ ഫ്രണ്ട് ഇൻ വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ. ഇത് സ്റ്റാൻഡ്, ഷെയർ, ഇത് രണ്ടും ഏകദേശം ഒരേ പ്രൊണൗൺസിയേഷൻ ഒരേ സൗണ്ടിലാണ് തുടങ്ങുന്നത്. ആ 2 വേർഡ്സ് സ്റ്റാൻഡ്, ഷെയർ, എസ്. അപ്പോൾ ഈ 2 വേർഡ്സ് എന്താണ് ഒരു ലൈനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ അലിട്രേഷൻ വന്ന ലൈൻ എന്നാണ് പറയുക. അലിട്രേഷനും ഒരു ഗ്രാമർ പാർട്ടിൽ ഒരു പോയറ്റിക് ഡിവൈസ് ആയിട്ട് നമ്മൾ പറയാറുള്ളതാണ്. ഇനി നമുക്ക് 10th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ട്രൈഡ് ഹാർഡ് ടു ക്ലൈംബ് അപ്പ് ദ മൗണ്ടെയിൻ. ഷീ പുൾഡ് ദ ലിറ്റിൽ ട്രെയിൻ അപ്പ് ടു ദ മൗണ്ടെയിൻ ബൈ സിംഗ് ഐ തിങ്ക് ഐ ക്യാൻ. റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ അബൌട്ട് ഹർ ഫീലിംഗ്സ് ആഫ്റ്റർ റീച്ചിങ് ദ അതർ സൈഡ് ഓഫ് ദി മൗണ്ടെയിൻ. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ട്രൈഡ് ഹാർഡ് ടു ക്ലൈംബ് അപ്പ് ദി മൗണ്ടെയിൻ. ആ ഒരു മല കയറാനായിട്ട് ലിറ്റിൽ ബ്ലൂ എൻജിൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ശ്രമിച്ചു. ഷീ പുൾഡ് ദ ലിറ്റിൽ ട്രെയിൻ അപ്പ് ടു ദ മൗണ്ടെയിൻ ബൈ സെയിങ് ഐ തിങ്ക് ഐ ക്യാൻ. ഈ ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്ത് ചെയ്തു? ഐ തിങ്ക് ഐ ക്യാൻ, എനിക്ക് തോന്നുന്നത് എനിക്ക് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ആ ലിറ്റിൽ ട്രെയിൻ ആ മൗണ്ടെയിന് വരെ തള്ളിക്കൊണ്ടിരുന്നു, പുൾ ചെയ്തു. റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് ദി ലിറ്റിൽ ബ്ലൂ എൻജിൻ. ലിറ്റിൽ ബ്ലൂ എൻജിൻ്റെ ഡയറി എൻട്രി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അബൌട്ട് ഹർ ഫീലിങ്സ്, അവളുടെ വികാരങ്ങളെക്കുറിച്ച്. ആഫ്റ്റർ റീച്ചിങ് ദ അതർ സൈഡ് ഓഫ് മൗണ്ടെയിൻ, മലയുടെ അപ്പുറം സൈഡ് എത്തിയപ്പോൾ അവൾക്ക് സന്തോഷമായി ഉണ്ടാവില്ലേ, അവളുടെ ആ ഒരു വികാരങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളോട് അന്നത്തെ ദിവസത്തെ അവളുടെ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറി എഴുതുമ്പോൾ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം. ഡേ വേണം, ഡേറ്റ് വേണം, ടൈം വേണം. പക്ഷെ ഇവിടെ ടൈം കൊടുത്തിട്ടില്ല. ഡേയും ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ജൂലൈ 18, 2024 തേഴ്സ്ഡേ. ഇനി നമുക്ക് ഡയറി എഴുതി നോക്കാം. ടുഡേ ഐ പുൾഡ് ദ ലിറ്റിൽ ട്രെയിൻ ടു ദ അതർ സൈഡ് ഓഫ് ദി മൗണ്ടെയിൻ. ഇന്ന് ഇങ്ങനെ തന്നെ തുടങ്ങണമെന്നില്ല, നിങ്ങൾ ആദ്യം എഴുതിക്കോളൂ. ടുഡേ ഇസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ. ഇന്ന് മറക്കാനാവാത്തൊരു ദിവസമാണ്. അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾക്ക് തുടങ്ങാം കേട്ടോ. അങ്ങനെ എഴുതി തുടങ്ങാം, കാരണം ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുമല്ലോ. അങ്ങനെ എഴുതാം. ശേഷം എഴുതാം ടുഡേ ഐ പുൾഡ് ദ ലിറ്റിൽ ട്രെയിൻ ടു ദ അതർ സൈഡ് ഓഫ് ദി മൗണ്ടെയിൻ. ഇന്ന് ഞാൻ ലിറ്റിൽ ട്രെയിനിനെ തള്ളി മൗണ്ടെയിൻ്റെ മറുവശത്ത് എത്തിച്ചു. ഐ കുഡ് ഡു ഇറ്റ് ബൈ ദ തോട്ട് ഇൻ മൈ മൈൻഡ് ദാറ്റ് ഐ തിങ്ക് ഐ ക്യാൻ. എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ്?
എൻ്റെ മൈൻഡിൽ വന്ന ആ ഒരു ചിന്തന കൊണ്ടാണ്. എന്തായിരുന്നു ആ ചിന്ത? ഐ തിങ്ക് ഐ ക്യാൻ, എനിക്ക് തോന്നുന്നു എനിക്ക് പറ്റും. അങ്ങനെ ഞാൻ ചിന്തിച്ചത് കൊണ്ടാണ് എനിക്ക് ആ ഒരു ലിറ്റിൽ ട്രെയിനിനെ മലയുടെ മറുവശത്ത് എത്തിക്കാൻ സാധിച്ചത്. ബൈ ഹെൽപ്പിംഗ് ദം ഐ കുഡ് സീ ദ ഹാപ്പി ഫേസസ് ഓഫ് ദ ടോയ്സ് ആൻഡ് ഡോൾസ്. ബൈ ഹെൽപ്പിംഗ് ദം, അവരെ സഹായിച്ചത് കൊണ്ട് എനിക്ക് ഒരുപാട് ഹാപ്പി ഫേസസ്, ഒരുപാട് സന്തോഷമുള്ള മുഖങ്ങൾ കാണാൻ പറ്റി. ആരുടെയൊക്കെ സന്തോഷമുള്ള മുഖങ്ങൾ? ടോയ്സിൻ്റെയും ഡോൾസിൻ്റെയും. ദേ ബിക്കേം ഹാപ്പി ദാറ്റ് ദ ബോയ്സും ഗേൾസും എല്ലാവരും ഹാപ്പിയായി. ദേ ബിക്കേം ഹാപ്പി ദാറ്റ് ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഓൺ ദി അതർ സൈഡ് ഓഫ് ദി മൗണ്ടെയിൻ കുഡ് ഗെറ്റ് ദ ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ്. അവരെന്തുകൊണ്ടാണ് ഹാപ്പി ആയത്? ദേ ബിക്കേം ഹാപ്പി ബിക്കോസ് എന്തുകൊണ്ടാണ്? അപ്പുറം നമ്മുടെ മലയുടെ മറുവശത്തുള്ള ബോയ്സിനും ഗേൾസിനും എന്ത് ലഭിക്കും? നല്ല ടോയ്സും അതുപോലെ തന്നെ നല്ല ഫുഡും ഒക്കെ ലഭിക്കുന്നു. അതുകൊണ്ടാണ് ഇവർക്ക് സന്തോഷമായത്. നൗ ഐ ഓൾസോ ഫീൽ ഹാപ്പി. ഇപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമാണ്. ഓക്കെ, ലിറ്റിൽ ബ്ലൂ എഞ്ചിന് ആ ദിവസം ആ ലിറ്റിൽ ട്രെയിനിനെ സഹായിച്ച് അതിനെ തള്ളി മറുവശത്ത് എത്തിച്ച സമയത്ത് ഈ ലിറ്റിൽ ബ്ലൂ എഞ്ചിനും ഒരുപാട് സന്തോഷം ആവുകയാണ്. കാരണം ഒരുപാട് നല്ല പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ കണ്ടു. അവൾ സഹായിച്ചത് കൊണ്ടല്ല അവരൊക്കെ ഇപ്പോൾ പുഞ്ചിരിച്ച് നല്ല ഹാപ്പി ആയിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അവൾക്കും സന്തോഷം ആവുകയാണ്. ഓക്കെ ആണല്ലോ. 11th ക്വസ്റ്റ്യൻ നോക്കാം. ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ഹെൽപ്ഡ് ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ഷീ കണ്ടിന്യൂഡ് ദ ജേർണി. ലിറ്റിൽ ബ്ലൂ എഞ്ചിന് ലിറ്റിൽ ട്രെയിനിനെ സഹായിച്ചു. പിന്നെ അവർ രണ്ടുപേരും അവരുടെ ജേർണി തുടർന്നു, അവരുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. ഓൺ ദ വേ ദ ലിറ്റിൽ ട്രെയിൻ ഹാപ്പൻ ടു മീറ്റ് ദ ഷൈനി ന്യൂ എഞ്ചിൻ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഈ ലിറ്റിൽ ട്രെയിന് ഷൈനി ന്യൂ എഞ്ചിനെ കണ്ടുമുട്ടി. ഹി വാസ് സർപ്രൈസ്ഡ് ടു സീ ദ ലിറ്റിൽ ട്രെയിൻ. ഈ ലിറ്റിൽ ട്രെയിനെ കണ്ടപ്പോൾ ഷൈനി ന്യൂ എഞ്ചിന് ഒന്ന് അതിശയപ്പെട്ടു. ഇവരെങ്ങനെ രക്ഷപ്പെട്ട് അല്ലേ, അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് അതിശയപ്പെട്ടു. വാട്ട് കുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ദ ഷൈനി ന്യൂ എഞ്ചിൻ. ഷൈനി ന്യൂ എഞ്ചിനും ലിറ്റിൽ ട്രെയിനും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഷൈനി ന്യൂ എഞ്ചിന് ചോദിക്കുകയാണ്, വാട്ട് ഹാപ്പൻഡ്, എന്തു പറ്റി? ലിറ്റിൽ ട്രെയിൻ, ഐ കുഡ് നോട്ട് മൂവ്, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഷൈനി ന്യൂ എഞ്ചിൻ, ഹൗ വിൽ യു മൂവ്, നീ എങ്ങനെയാണ് പിന്നെ അനങ്ങുക? ലിറ്റിൽ ട്രെയിൻ, ഐ ഡോണ്ട് നോ. ഷൈനി ന്യൂ എഞ്ചിൻ, ഹു ഹെൽപ്ഡ് യു, നിന്നെ ആരാണ് സഹായിച്ചത്? ലിറ്റിൽ ട്രെയിൻ, ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ, ആ ലിറ്റിൽ ബ്ലൂ എഞ്ചിനാണ് എന്നെ സഹായിച്ചത്. ഷൈനി ന്യൂ എഞ്ചിൻ, ഓക്കെ സീ യു ലേറ്റർ, എന്നാൽ ശരി പിന്നെ കാണാം. അപ്പം ലിറ്റിൽ ട്രെയിൻ പറയണം ഓക്കെ ബായ്. ഇങ്ങനെയായിരിക്കും അവർ തമ്മിൽ നടന്നിട്ടുള്ള കോൺവെർസേഷന്. വളരെ സിമ്പിളായിട്ടുള്ള കോൺവെർസേഷനാണ് ഇത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ ചിന്തകൾ ഉപയോഗിച്ച് ചെയ്യാം. ചിലപ്പോൾ അവർ തമ്മിൽ ഇതന്നെ ആയിരിക്കണം സംസാരിച്ചത് എന്നില്ലല്ലോ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമാണ് തോന്നുന്നെങ്കിൽ നിങ്ങൾ അത് എഴുതി വെക്കും. ഓക്കെ, നീ എങ്ങോട്ടാണ് ഇനി പോകുന്നത്, നിന്നെ ആരാ സഹായിച്ചത്, ഓക്കെ വേർ ആർ യു ഗോയിങ്, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 12th ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ വേർഡ് പിരമിഡ്. ഇവിടെ നമുക്കൊരു വേർഡ് പിരമിഡ് ഉണ്ടാക്കണം. കാർ, ദി കാർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് എന്തായിരിക്കും വരിക? നമ്മളിത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. കാർ, ദി കാർ, നെക്സ്റ്റ് ദ ബ്ലൂ കാർ, അടുത്തത് വരുമ്പോൾ ദ ബ്യൂട്ടിഫുൾ ബ്ലൂ കാർ, അടുത്തത് വരുമ്പോൾ ദ ബിഗ് ബ്യൂട്ടിഫുൾ ബ്ലൂ കാർ. അപ്പോൾ ഓരോ വരി താഴേക്ക് പോകുമ്പോൾ നമ്മൾ അതിനെ കുറച്ചും കൂടി ഡിസ്ക്രൈബ് ചെയ്യണമല്ലേ. ഇനി നമുക്ക് ഫ്ലവറിനെ വെച്ചൊന്ന് ചെയ്തു വെക്കാം. ഫ്ലവർ, അടുത്തത് എ ഫ്ലവർ, ഒരു ഫ്ലവർ, എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, ഒരു മനോഹരമായ പൂവ്, എ വെരി ബ്യൂട്ടിഫുൾ ഫ്ലവർ, വളരെ മനോഹരമായിട്ടുള്ളൊരു പൂവ്, എ വെരി ബ്യൂട്ടിഫുൾ റെഡ് ഫ്ലവർ, വളരെ മനോഹരമായിട്ടുള്ള ചുവന്ന പൂവ്. ഓക്കെ, ഇങ്ങനെ ചിലപ്പോൾ നമ്മളോട് വേർഡ് പിരമിഡ് തയ്യാറാക്കുവാൻ പറയും. അപ്പം നിങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്തു കൊടുക്കുക കേട്ടോ. വളരെ ഈസി അല്ലേ വേർഡ് പിരമിഡ് തയ്യാറാക്കാനായിട്ട്, സിമ്പിൾ അല്ലേ. അപ്പോൾ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യണം. ഇനി 13th ക്വസ്റ്റ്യൻ, ദ ലിറ്റിൽ ട്രെയിൻ ട്രൈഡ് ഹാർഡ്. ലിറ്റിൽ ട്രെയിൻ ഒരുപാട് പരിശ്രമിച്ചു. ബട്ട് ഹെർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ. പക്ഷെ അവളുടെ ചക്രങ്ങളൊന്നും അനങ്ങൊന്നും കൂടി ഉണ്ടായിരുന്നില്ല, ഒന്ന് റിട്ടേൺ ചെയ്യുന്നും കൂടി ഉണ്ടായിരുന്നില്ല. ദ ക്ലൗൺ ആൻഡ് ദ ആനിമൽസ് ക്ലൈംബ്ഡ് ഔട്ട് ഓഫ് ദിയർ കാർസ്. ക്ലൗൺസും, അതായത് ക്ലൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ കോമാളികൾ, അവരും ആനിമൽസും എല്ലാം കാറിൻ്റെ പുറത്തേക്ക് ചാടി. ദേ ട്രൈ ടു പുഷ് ദ ലിറ്റിൽ ട്രെയിൻ. അവരെല്ലാവരും തള്ളാൻ ശ്രമിച്ചു. ലിറ്റിൽ ട്രെയിൻ ഒന്ന് തള്ളി നോക്കി. ബട്ട് ഷീ കുഡ് നോട്ട് മൂവ്. പക്ഷേ എന്നിട്ടും ലിറ്റിൽ ട്രെയിൻ അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വാട്ട് വുഡ് ദ ലിറ്റിൽ ട്രെയിൻ തിങ്ക് ദേ. അപ്പോൾ ഈ ലിറ്റിൽ ട്രെയിൻ എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ടായിരിക്കും? ഇവിടെ നമ്മൾ എന്താണ് എഴുതേണ്ടത്? തോട്ട്സാണ് എഴുതേണ്ടത്, ചിന്തകളാണ് എഴുതേണ്ടത്. നമ്മൾ നേരത്തെ നമ്മുടെ ജസ്റ്ററിൻ്റെ തോട്ട്സ് എഴുതിയിരുന്നു, അതുപോലെ നമ്മളിവിടെ ലിറ്റിൽ ട്രെയിനിൻ്റെ തോട്ട്സും എഴുതണം. നമുക്ക് എഴുതി നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങളാണ് ആ ലിറ്റിൽ ട്രെയിൻ എന്ന് നിങ്ങൾ കരുതണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും, അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഹോ ഡിയർ, ഓ പ്രിയപ്പെട്ട, വാട്ട് ക്യാൻ ഐ
വാട്ട് ക്യാൻ ബി ദ മാറ്റർ? എന്തായിരിക്കും സംഭവം? വൈ കാണ്ട് ഐ മൂവ് അറ്റ് ഓൾ? എനിക്കെന്താ ഒട്ടും ഒന്ന് അനങ്ങാൻ പറ്റാത്തത്? ഐ ട്രൈ ടു സ്റ്റാർട്ടപ്പ്, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് മൈ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ, പക്ഷേ എൻ്റെ ചക്രങ്ങൾ അനങ്ങുന്നില്ല. ദ ക്ലൗൺ ആൻഡ് ദ ആനിമൽസ് ഹെൽപ്പ് ടു, ക്ലൗണും ആനിമൽസും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. സ്റ്റിൽ ഐ കുഡ് നോട്ട് മൂവ്, എന്നിട്ടും എനിക്ക് എന്താ അനങ്ങാൻ പറ്റുന്നില്ല. ഇഫ് ഐ ഡോണ്ട് മൂവ്, ഞാൻ ഇവിടെ നിന്ന് അനങ്ങിയിട്ടില്ലെങ്കിൽ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വുഡ് നോട്ട് ഹാവ് എനി ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. അവിടെയുള്ള ബോയ്സിനും ഗേൾസിനും ഒന്നും നല്ല ടോയ്സോ നല്ല ഫുഡോ ഒന്നും കിട്ടില്ല. അങ്ങനെ വളരെ വിഷമത്തിൽ ചിന്തിക്കുകയാണ് നമ്മളെ ലിറ്റിൽ ട്രെയിൻ. ഇതൊക്കെ ആയിരിക്കും ലിറ്റിൽ ട്രെയിൻ്റെ മനസ്സിലൂടെ അന്നേരം കടന്നു പോയിട്ടുണ്ടാവുക. ഇങ്ങനെയാണ് നമ്മൾ തോട്ട്സ് എഴുതേണ്ടത്. ഇനി നമുക്ക് വേഗം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യു മൈറ്റ് ഹാവ് എക്സ്പീരിയൻസ്ഡ് ദ റെയിൻ ഇൻ ഡിഫറെൻറ്റ് വേസ്, റൈറ്റ് യുവർ എക്സ്പീരിയൻസ് ബിലോ. ഇത് നമ്മളോട് ചോദിക്കും, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് എഴുതേണ്ടത്. ഇത് പലർക്കും പല ആൻസേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. കാരണം പലരും പല രീതിയിലാണ് മഴയെ ആസ്വദിച്ചിട്ടുള്ളത് അല്ലേ, പലർക്കും പല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. എക്സാമിന് വരുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതാനായിട്ട് ശ്രമിക്കുക. നോക്കാം. ഇറ്റ് വാസ് എ ക്ലൗഡി മോർണിംഗ്, ഒരു മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു രാവിലെ. ദർ വാസ് എ തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ഇടിവെട്ടും മിന്നലൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ ഹെവിലി, പിന്നെ നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ഐ വാസ് കമ്മിങ് ബാക്ക് ഫ്രം മൈ സ്കൂൾ, ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയാണ്. ആൻഡ് ഐ ഹാഡ് നോ അംബ്രല്ല, എൻ്റെ കയ്യിൽ കുടയും ഉണ്ടായിരുന്നില്ല. സോ ഐ കവേർഡ് മൈ സ്കൂൾ ബാഗ് ആൻഡ് റാൻ ഇൻ ടു ദ ഷോപ്പ് നിയർ ബൈ. ഞാൻ എൻ്റെ സ്കൂൾ ബാഗ് കൊണ്ട് എൻ്റെ തലയൊക്കെ കവർ ചെയ്തിട്ട് ഞാൻ അടുത്തുള്ള ഷോപ്പിലേക്ക് ഓടി. ഐ വെയിറ്റഡ് ദെയർ ഫോർ ഹാഫ് ആൻ അവർ, ഒരു അരമണിക്കൂറോളം ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. മഴയൊന്ന് കുറയുമെന്ന് നോക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നു. ഇറ്റ് വാസ് ഗെറ്റിംഗ് ലേറ്റ്, പക്ഷേ വൈകുകയായിരുന്നു. ഐ ഫെൽ ദാറ്റ് മൈ മദർ വുഡ് ബി ഗെറ്റിംഗ് വെറീഡ് അബൌട്ട് മീ. അമ്മ എന്നെ ആലോചിച്ച് വെറി ചെയ്യുന്നുണ്ടാവും അല്ലേ, പരിഭ്രമിക്കുന്നുണ്ടാവും. സോ ഐ വെൻറ്റ് ഹോം ഇൻ ദ റെയിൻ. മഴ ആയിരുന്നാലും ഞാൻ വീട്ടിലേക്ക് പോയി. ഐ വാസ് ഓൾമോസ്റ്റ് വെറ്റ്, ഞാൻ മുഴുവനും നനഞ്ഞിട്ടുണ്ടായി, ഏകദേശം മുഴുവനും നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ റീച്ച്ഡ് മൈ ഹോം ഡ്രഞ്ച്ഡ്, ഞാൻ വെള്ളത്തിൽ മുങ്ങിയ പോലെ ആയിരുന്നു വീട്ടിലെത്തിയപ്പോൾ. ബട്ട് ഐ ഫെൽറ്റ് ഹാപ്പി ഗെറ്റിംഗ് ഫ്രഷ് ആൻഡ് കൂൾ. എന്നാലും ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു, കാരണം ഒരു ഫ്രഷ് ആൻഡ് കൂളാണ് മഴയൊക്കെ നന്ന ടൈമിൽ എനിക്ക് അനുഭവപ്പെട്ടത്. ഓക്കെ ആണല്ലോ, ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അവിടെ നിങ്ങളായിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ഇനി നമുക്ക് 15th ക്വസ്റ്റ്യൻ നോക്കാം. 15th ക്വസ്റ്റ്യനും ഇങ്ങനെ അറേഞ്ച് ചെയ്യാനാണ്. റീഅറേഞ്ച് ദ സ്റ്റോറി, ദ ലയൺ ആൻഡ് ദ മൗസ് ഇൻ പ്രോപ്പർ ഓർഡർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ ലയൺ ആൻഡ് ദ മൗസ് എന്ന് പറയുന്ന സ്റ്റോറി. നമുക്ക് പാഠഭാഗത്ത് അങ്ങനെ പഠിക്കാനായിട്ടൊന്നുമില്ല, പക്ഷേ നമ്മുടെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു, ഒരു പാഠത്തിലെ ആക്ടിവിറ്റി ആയിരുന്നു ദ ലയൺ ആൻഡ് ദ മൗസിലെ പിക്ചേഴ്സ് തന്നിട്ട് അതിൻ്റെ വേർഡ്സ് എഴുതാനായിട്ട്. ഇവിടെ ആ ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റോറി കറക്റ്റ് ഓർഡറിലല്ല കൊടുത്തിട്ടുള്ളത്. അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതണം. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യന് പോലെയാണ്. നമുക്ക് ഓരോ ഇവൻറ്റ്സ് ആയിട്ട്, ഓരോ സന്ദർഭങ്ങളായിട്ട് നോക്കാം. വൺ ഡേ ദ ലയൺ വാസ് കോട്ട് ഇൻ എ ഹണ്ടേഴ്സ് നെറ്റ്. ഒരു ദിവസം സിംഹം ഒരു വേട്ടക്കാരൻ്റെ വലയിൽ പെട്ടു. ഫ്രം ദാറ്റ് ഡേ, ആ ദിവസം മുതൽ, രണ്ടാമത്തേതാണ് വായിക്കുന്നത്. ഫ്രം ദാറ്റ് ഡേ, ആ ദിവസം മുതൽ ദ മൗസ് ആൻഡ് ദ ലയൺ ബിക്കെയിം ഫ്രണ്ട്സ്. ലയണും മൗസും പിന്നീട് ഫ്രണ്ട്സായി മാറി. തേർഡ് വൺ നോക്കാം. ദ ലിറ്റിൽ മൗസ് കെയിം ടു ഹിസ് റെസ്ക്യൂ ആൻഡ് നോട്ട് ദ റോപ്സ് ആൻഡ് സേവ്ഡ് ദ ലയൺ ഫ്രം ദി ട്രാപ്പ്. ലിറ്റിൽ മൗസ് എന്ത് ചെയ്തു? രക്ഷിക്കാനായിട്ട് കയറിൻ്റെ അടുത്ത് വരികയും കയറ് കടിച്ച് മുറിക്കാനായിട്ട് ശ്രമിക്കുകയും ശേഷം സിംഹത്തിനെ ആ ട്രാപ്പിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. ഇനി ഫോർത്ത് വൺ നോക്കൂ. വൺസ് അപ്പോൺ എ ടൈം എ മൗസ് ഗോ ടു ക്ലോസ് ടു എ ലയൺ. ഒരു ദിവസമല്ല ഒരിക്കൽ ഒരു എലി വന്ന് ലയണുമായിട്ട് അടുത്തിടപഴകി. ദ ലയൺ ട്രൈ ടു ഈറ്റ് ദ മൗസ്. ലയൺ എന്ത് ചെയ്തു? ആ എലിയെ തിന്നാനായിട്ട് ശ്രമിച്ചു. ഹി റോഡ് ഇൻ മിസ്റ്ററി. അവനെന്ത് ചെയ്തു? വളരെ നമുക്കറിയാമല്ലോ, ലയൺ ഉണ്ടാക്കുന്ന ശബ്ദം അറിയാമല്ലോ, ലയന് ഉറക്കെ ശബ്ദമുയർത്തി. സിക്സ്ത് വൺ, സ്പെയർ മീ ക്രൈഡ് ദ മൗസ്. മൗസ് കരഞ്ഞുകൊണ്ട് പറയാണ്, സ്പെയർ മീ, എന്നെ ഒന്ന് രക്ഷിക്കൂ. ആൻഡ് സം ഡേ ഐ വിൽ റീപേ യുവർ കൈൻഡ്നെസ്. എന്നെ ഇപ്പോൾ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ ഈ ഒരു ദയവിന് ഞാൻ റീപേ ചെയ്യും. റീപേ ചെയ്യുന്ന പറഞ്ഞാൽ പകരം വീട്ടും എന്നുള്ളതാണ്. ദ ലയൺ ലെറ്റ് ദ മൗസ് ഗോ. ലയൺ എന്ത് ചെയ്തു? എലിയെ വെറുതെ വിട്ടു. ഈ കഥ ഒന്നും കൂടി പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നിങ്ങളെല്ലാവരും കേട്ട് പരിചയമുള്ള കഥയായിരിക്കും. എന്നിരുന്നാലും നമുക്കിതിനെ റീഅറേഞ്ച് ചെയ്യാം. വൺസ് അപ്പോൺ എ ടൈം, ഒരിക്കൽ എ മൗസ് ഗോ ടു ക്ലോസ് ടു എ ലയൺ. ദ ലയൺ ട്രൈ ടു ഈറ്റ് ദ മൗസ്.
ഇത് റീഅറേഞ്ച് ചെയ്ത ആൻസറാണ് കേട്ടോ. ഇതിൽ ആൻസർ കറക്റ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരിക്കൽ മൗസ് എന്ത് ചെയ്തു, ലയണിൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോൾ ലയൺ എന്ത് ചെയ്തു, മൗസിനെ കഴിക്കാനായിട്ട് ശ്രമിച്ചു. മൗസ് എന്ത് പറഞ്ഞു, സ്പെയർ മീ ക്രൈഡ് ദ മൗസ്, എന്നെ രക്ഷിക്കൂ, ഞാൻ ഒരിക്കൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിനെ റീപേ ചെയ്യാം എന്നൊക്കെ നമ്മുടെ മൗസ് പറഞ്ഞു. അങ്ങനെ ലയൺ എന്ത് ചെയ്തു, മൗസിനെ വെറുതെ വിട്ടു. ഇനി തേർഡ് വൺ നോക്കൂ. വൺ ഡേ ദ ലയൺ വാസ് കോട്ട് ഇൻ ഹണ്ടേഴ്സ് നെറ്റ്. ഒരിക്കൽ ലയൺ വേട്ടക്കാരൻ്റെ വലയിൽ പെട്ടു. ഹീറോ ഇൻ മിസ്റ്ററി, ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി വളരെ ഉറക്കെ വെച്ചുണ്ടാക്കി. ഫിഫ്ത്ത് വൺ, ദ ലിറ്റിൽ മൗസ് കെയിം ടു ഹിസ് റെസ്ക്യൂ ആൻഡ് ഇഗ്നോർഡ് ദ റോപ്സ് ആൻഡ് സേവ്ഡ് ദ ലയൺ. അങ്ങനെ ലിറ്റിൽ മൗസ് രക്ഷിക്കാനായിട്ട് വരികയും നിങ്ങൾക്കറിയാലോ എലി എന്താ ചെയ്യുക, അങ്ങനെ ചുരണ്ടുക ചെയ്യുക. അതുപോലെ എന്ത് ചെയ്തു, ആ കയറിനെ കടിച്ച് അതിനെ പൊട്ടിച്ചെടുത്ത് ശേഷം ആ ലയണിനെ രക്ഷിച്ചു. അതിന് ശേഷം അവർ തമ്മിൽ പിന്നെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ് ആയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കഥ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ഇവൻറ്റ്സും വായിക്കുക കേട്ടോ, ഓരോ സന്ദർഭവും വായിക്കുക. എന്നിട്ട് ഒന്നാമതായിട്ട് ഏതാ വരാൻ ചാൻസ് ഉള്ളത്, രണ്ടാമതായിട്ട് ഏതാ വരാൻ ചാൻസ് ഉള്ളത്, അങ്ങനെ നോക്കി ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഈ വീഡിയോ കുറച്ച് ലെങ്തി ആണെന്ന് അറിയാം. എന്നാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. ഈ ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കി ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ടും കാണും. നിങ്ങൾ എക്സാമിന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും വരിക. ഇനി നമുക്ക് 16th ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫ്ലോയിങ് ഹിൻസ് ആൻഡ് പ്രിപ്പയർ എ പ്രൊഫൈൽ ഓൺ ആൻഡ്രിയോ പെൻ. നമ്മളോട് പ്രൊഫൈൽ റൈറ്റിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. പ്രൊഫൈൽ റൈറ്റിങ്ങിന് നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് നമ്മളൊരു നമുക്കറിയാത്തൊരു കവിയുടെ പ്രൊഫൈൽ എങ്ങനെ എഴുതാമെന്നൊക്കെ വിചാരിക്കും. നിങ്ങൾ പേടിക്കേണ്ട, പോയിൻറ്റ്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തരും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഈ ചോദ്യം. പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ വരാതിരിക്കും. എന്നിരുന്നാലും നിങ്ങളിത് പഠിക്കണം. നിങ്ങൾക്ക് ഹിൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തരും. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഓരോ പോയിൻറ്റ്സ് ഉണ്ടാവും. ആ പോയിൻറ്റ്സൊക്കെ നിങ്ങളൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് പ്രൊഫൈൽ എഴുതേണ്ടത്. ഓക്കെ, ഈ പോയിൻറ്റ്സിനെ എല്ലാം സെൻറ്റൻസ് ആക്കി മാറ്റില്ലേ, അതിനെയാണ് നമ്മൾ പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ആൻഡ്രിയോ പെന്നിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. അദ്ദേഹം ജനിച്ചത് 4th May 1947 മേരിലാൻഡ് USA. അദ്ദേഹത്തിൻ്റെ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ചിൽഡ്രൻസ് റൈറ്റർ, കുട്ടികളുടെ എഴുത്തുകാരനാണ്. കൊറിയോഗ്രാഫറാണ്. നാഷണാലിറ്റി അമേരിക്കനാണ്. ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബുക്കാണ് ഹാപ്പി ആപ്പിൾ ടോൾഡ് മീ. ബെസ്റ്റ് നോൺ ബുക്ക്, ഏറ്റവും അറിയപ്പെടുന്ന ബുക്കാണ് ദ കിസ്സിങ് ഹാൻഡ്. അത് നമ്മൾ വായിച്ചിട്ടുള്ളതാണ് അല്ലേ. അവാർഡ്സ്, അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളാണ് ദ മിഡ് സ്റ്റേറ്റ് ലൈബ്രറി അസോസിയേഷൻ അവാർഡ്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എഴുതാൻ. കണ്ടില്ലേ, വളരെ ചെറിയ പ്രൊഫൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് ആണ് തന്നത്. അപ്പോൾ നമ്മൾ അതുപോലെയുള്ള ഒരു പ്രൊഫൈൽ എഴുതണം. പ്രൊഫൈൽ എഴുതുമ്പോൾ മറക്കരുത്, ആരുടെ പ്രൊഫൈലാണോ നമുക്ക് എഴുതാൻ തന്നത് അവരുടെ പേര് നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുക്കണം. ഇവിടെ ആൻഡ്രിയോ പെൻ എന്ന ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം എഴുതുക, ആൻഡ്രിയോ പെൻ വാസ് ബോൺ ഓൺ 4 May 1947 അറ്റ് മേരിലാൻഡ് ഇൻ USA. മേരിലാൻഡിൽ 1947 May 4 ആൻഡ്രിയോ പെൻ ജനിച്ചിട്ടുള്ളത്. ഷീ വാസ് എ ചിൽഡ്രൻസ് റൈറ്റർ ആൻഡ് കൊറിയോഗ്രാഫർ. ഷീ വാസ് എൻ അമേരിക്കൻ. Her first book is Happy Apple Told Me. Her best known work is The Kissing Hand. She was honored with the Mid-State Library Association Award and the Distinguished Achievement Award. ഓക്കെ, നമുക്ക് തന്ന ഓരോ പോയിൻറ്റും നമ്മളിവിടെ ഓരോ സെൻറ്റൻസ് ആക്കി എഴുതിയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്കൊരു 5 സെൻറ്റൻസ് കിട്ടി, 5 മാർക്കിനുള്ളതായി. ഓക്കെ ആണല്ലോ, പ്രൊഫൈൽ റൈറ്റിംഗ് ക്ലിയർ ആണെന്ന് കരുതുകയാണ്. ഇനി നമുക്ക് 17th ക്വസ്റ്റ്യൻ ഒരു എഡിറ്റിംഗ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എഡിറ്റിങ്ങും ഡയറിയും തോട്ട്സും ഇതൊക്കെ നമ്മൾ 2 വട്ടമൊക്കെ 2 ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഇപ്പം തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അത് ഏകദേശം അതിൻ്റെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഡയറി എങ്ങനെയാണ് എഴുതേണ്ടത്, നോട്ടീസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, തോട്ട്സ് എങ്ങനെയാണ്, കോൺവെർസേഷൻ എങ്ങനെയാണ്, എല്ലാം നമ്മളൊരു 2 ക്വസ്റ്റ്യനെങ്കിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി വീഡിയോ കാണുന്നത്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടി കാണാം. നമുക്ക് ഈ ഒരു എഡിറ്റിംഗ് കൂടി നോക്കാം. ദ ഫോളോയിങ് ഇസ് ദ ഡയറി എൻട്രി ഓഫ് രേഖ. There are some errors in it. Read and edit it. ഇത് രേഖയുടെ ഡയറി എൻട്രിയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ കുറച്ച് തെറ്റുകളുണ്ട്. അപ്പോൾ നമ്മളത് വായിച്ച് അത് എഡിറ്റ് ചെയ്യാണ് വേണ്ടത്. ഈ തെറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ബോൾഡായിട്ട് കുറച്ച് കട്ടിയിൽ കൊടുത്തിട്ടുണ്ട്. നോക്കാം. I went with a store to buy some fruits. I saw a big orange to the shelf and decided to buy it. I met my friend on that store. My friend invited me to go by the park and I went from her. We sat at the bench and ate the orange together. I threw the orange peel with the garbage. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും
ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. നമുക്കിതിനൊക്കെ കറക്റ്റ് ചെയ്യാം. ഐ വെൻറ്റ്, ഇവിടെ ഐ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ആവണം, കാരണം നമ്മളൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം തുടങ്ങാനായിട്ട്. ഐ വെൻറ്റ് വിത്ത് എ സ്റ്റോർ എന്ന് പറയില്ല അല്ലേ, സ്റ്റോറിൻ്റെ കൂടെ പോയി എന്ന് പറയില്ലല്ലോ, സ്റ്റോറിലേക്ക് പോയി എന്നല്ല പറയാം. ഐ വെൻറ്റ് ടു എ സ്റ്റോർ, ഞാനൊരു സ്റ്റോറിലേക്ക് പോയി, അല്ലാതെ വിത്തല്ല അവിടെ വരാം, ടു ആണ് വരാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഐ സോ എ ബിഗ് ഓറഞ്ച് ടു ദ ഷെൽഫ്, ഷെൽഫിലേക്കൊരു ബിഗ് ഓറഞ്ചിനെ കണ്ടു, അങ്ങനെ പറയില്ലല്ലോ, ഷെൽഫിലൊരു ബിഗ് ഓറഞ്ചിനെ കണ്ടു എന്നാണ് പറയുക. അപ്പോൾ ഐ സോ എ ബിഗ് ഓറഞ്ച് ഇൻ ദ ഷെൽഫ്, ഷെൽഫിലൊരു ബിഗ് ഓറഞ്ച് കണ്ടു എന്ന് എഴുതുക. ശേഷം ഐ മെറ്റ് മൈ ഫ്രണ്ട് ഓൺ ദാറ്റ് സ്റ്റോർ എന്ന് പറയില്ല, ഇൻ ദാറ്റ് സ്റ്റോറിൻ്റെ ഉള്ളിൽ. ശേഷം മൈ ഫ്രണ്ട്, അവിടെ എം എന്നുള്ളത് ക്യാപിറ്റൽ ആക്കണം, കാരണം നമ്മളൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ടു ദ പാർക്ക് ആൻഡ് ഐ വെൻറ്റ് ഫ്രം ഹർ. ഐ വെൻറ്റ് ഫ്രം എന്ന് പറയില്ല, ഐ വെൻറ്റ് വിത്ത് ഹർ, ഞാൻ അവളുടെ കൂടെ പോയി. ശേഷം വിയിൽ ഡബ്ല്യു ക്യാപിറ്റൽ ലെറ്റർ ആക്കുക, കാരണം നമ്മൾ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. വി സാറ്റ് അറ്റ് ദി ബെഞ്ച് എന്ന് പറയില്ല, ബെഞ്ചിൽ ഇരുന്നു എന്ന് എങ്ങനെയാണ് പറയുക, വി സാറ്റ് ഓൺ ദി ബെഞ്ച്, ബെഞ്ചിൻ്റെ മുകളിൽ ഇരുന്നു. ഇനി ലാസ്റ്റ് സെൻറ്റൻസിൽ ഐ നിങ്ങൾക്ക് അറിയാലോ, നമ്മളൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങുക. ഓറഞ്ച് പീൽ വിത്ത് ഗാർബേജിലേക്ക് ഓറഞ്ച് തൊലി ഇട്ടു എന്നാണ് പറയേണ്ടത്. വിത്ത് ദ ഗാർബേജ് എന്നാണോ പറയുക, അല്ല, ഇൻ ദി ഗാർബേജിൻ്റെ ഉള്ളിലേക്ക് ഓറഞ്ച് തൊലി ഇട്ടു. ഈ ഒരു എഡിറ്റിങ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് തന്നെ കരുതുകയാണ്. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. യു ഹാവ് ടു ഡ്രീം ബിഫോർ യുവർ ഡ്രീംസ് ക്യാൻ കം ട്രൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് കാണണം, സ്വപ്നം കാണണം. ഇത് APJ അബ്ദുൽ കലാം പറഞ്ഞ വാക്കാണ്. യു മേ ഹാവ് സം അംബീഷൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അംബീഷൻ ഉണ്ടാവും അല്ലേ. ഇറ്റ് ക്യാൻ ബി ലൈക്ക്, ഇത് ചിലപ്പോൾ ഇങ്ങനെ ആവാം, ബി എ ഗുഡ് സിംഗർ, നല്ല പാട്ടുകാരനാവാനായിരിക്കും, മോട്ടിവേഷണൽ സ്പീക്കർ ആവാനായിരിക്കും, പൈലറ്റ്, സോൾജിയർ, ഡോക്ടർ, പോലീസ്, കളക്ടർ, അങ്ങനെ എക്സെട്ര. ഒരുപാട് അംബീഷൻസ് ഉണ്ടാവും അല്ലേ, പലർക്കും പല അംബീഷൻസ് ആയിരിക്കും. തിങ്ക് അബൌട്ട് യുവർ സ്കിൽസ്, നിങ്ങളുടെ സ്കില്ലിനെ കുറിച്ച് ആലോചിക്കുക, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച്, അബിലിറ്റീസിനെ കുറിച്ച് ആലോചിക്കുക. ശേഷം റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസ് അബൌട്ട് യുവർ ഡ്രീംസ് ആൻഡ് ഹൗ വുഡ് യു ഫുൾഫിൽ ദം. നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക, അതിനെക്കുറിച്ച് എഴുതുക. ശേഷം അത് നിങ്ങൾ എങ്ങനെ സാക്ഷാത്കരിക്കുക, എങ്ങനെ അത് നിങ്ങൾ ഫുൾഫിൽ ചെയ്യും എന്നത് കൂടി നിങ്ങൾ എഴുതണം. ഓക്കെ ആണല്ലോ. നമുക്ക് നോക്കാം. നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ച് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ മതി. വാട്ട് ഈസ് യുവർ ഡ്രീം, റൈറ്റ് അബൌട്ട് യുവർ ഡ്രീം. കാരണം നമ്മുടെ അവസാനം പാഠത്തിൽ വരുന്നുണ്ട് അല്ലേ, നമുക്ക് പഠിക്കാനുള്ള ഓണപരീക്ഷയ്ക്ക് പഠിക്കാനുള്ള അവസാന പാഠത്തിൽ ഡ്രീമിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. നോക്കാം. അറ്റ് ഫസ്റ്റ് ഐ വിൽ കംപ്ലീറ്റ് മൈ +2. ആദ്യം ഞാൻ എൻ്റെ +2 കംപ്ലീറ്റ് ചെയ്യും. ഇൻ ബിറ്റ്വീൻ ഐ വിൽ ഡെവലപ്പ് മൈ സ്കിൽ ടു സ്കെച്ച് ആൻഡ് ഡ്രോ ഡിസൈൻസ്. ഈ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ സ്കില്ല് വളർത്തും, ഒരു കഴിവ് വളർത്തും, സ്കെച്ച് ചെയ്യാനും ഡിസൈൻസൊക്കെ വരയ്ക്കാനും. ഐ വിൽ ഒബ്സർവ് ഫാഷൻ ട്രെൻഡ്സ്, എന്തൊക്കെയാണ് ഫാഷൻ ട്രെൻഡ് എന്നൊക്കെ ഞാൻ നിരീക്ഷിക്കും. I will participate in fabric painting, vegetable carving in school competition. I will practice sewing, pattern making, stitch garments. After +2, I will enroll into fashion design course. +2 ശേഷം ഞാൻ ഫാഷൻ ഡിസൈൻ കോഴ്സിൽ ചേരും. I will participate in fashion ഷോയിൽ ഞാൻ ചേരും. I will showcase my designs. എൻ്റെ ഡിസൈനുകൾ ഞാൻ ഷോക്കേസ് ചെയ്യും. I will get fashion updated. I will publish my designs online through social media. സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ എൻ്റെ ഡിസൈനുകൾ പബ്ലിഷ് ചെയ്യും. ഇൻ ദിസ് വേ ഐ വുഡ് ബിക്കം എ വെൽ നോൺ ഫാഷൻ ഡിസൈനർ. ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് ഞാനൊരു അറിയപ്പെടുന്ന ഫാഷൻ ഡിസൈനറായി മാറും. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇതൊരു ഫാഷൻ ഡിസൈനർ ആവുന്നതിനെക്കുറിച്ചുള്ള ആ ഒരു കുട്ടിയുടെ ഡ്രീമും അത് വളർത്തിയെടുക്കേണ്ട സ്കില്ലിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഫാഷൻ ഡിസൈനർ ആവാനൊന്നും എല്ലാവർക്കും താല്പര്യം, ചിലർക്ക് ഡോക്ടറായിരിക്കും അല്ലേ. ഡോക്ടർ ആവണമെങ്കിൽ എന്തെല്ലാം സ്കില്ല് വേണം, മറ്റുള്ളവരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, നല്ല രീതിയിൽ പെരുമാറാൻ പറ്റണം, സ്നേഹത്തോടെ പെരുമാറാനുള്ള കഴിവ് വേണം അല്ലേ. എൻജിനീയർ ആണെങ്കിലും പല ടൈപ്പ് എൻജിനീയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലെയർ ആവണമെങ്കിലോ നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം, നല്ല ബോഡി വേണം അല്ലേ സ്പോർട്സിന്. അതുപോലെ തന്നെ ഇപ്പോൾ ഓട്ടത്തിലാണെങ്കിൽ നല്ല ഓടാനുള്ള കഴിവ് വേണം. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യത്യസ്ത അംബീഷൻസ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ അംബീഷന് വേണ്ട സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കുക, അതെങ്ങനെ നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നൊക്കെ എഴുതി വെക്കുക കേട്ടോ. വളരെ ഈസിയാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു? 18 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഓരോ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈച്ച് ഓഫ് ദി ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിക്കണം.
തീർച്ചയായും നിങ്ങൾ പഠിക്കുക കേട്ടോ. കുറച്ച് ഈ വീഡിയോ ലെങ്തി ആയിട്ടുണ്ട്, എന്നിരുന്നാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് തന്നെയാണ് കരുതുന്നത്. ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും ചോദിക്കുക, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും മിക്കവാറും ചോദിക്കുക. ഇംഗ്ലീഷിൽ എന്ന പോലെ തന്നെ നമ്മൾ മറ്റ് പല വിഷയങ്ങളിലും കേരള പാഠാവലി ആവട്ടെ, സോഷ്യൽ സയൻസ് ആവട്ടെ, ബേസിക് സയൻസ് ആവട്ടെ, ആ വിഷയങ്ങളിലെല്ലാം ഉള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കി വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്